മത്തായി സുവിശേഷം 17-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം പ്രഥമമായി ദൈവസഭയിൽ പരസ്യമായി നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നതായിരിക്കും. ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 17 വേഴ്സ് 1 പ്ലീസ്. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. 6 ദിവസം കഴിഞ്ഞതിന് ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഉയർന്ന ഒരു മലയിലേക്ക് കൊണ്ടുപോയി. വളരെ പ്രാധാന്യമുള്ള ഒരു ദൈവശബ്ദമാണ് ഇന്ന് പകൽ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഈ ഭാഗം നന്നായിട്ട് അറിയാവുന്നതാണ്, അപരിചിതമല്ല, വളരെ സുപരിചിതമാണ്. 12 ശിഷ്യന്മാരുമായി യേശു കർത്താവ് ഈ 3.5 ആണ്ട് ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന സമയം. 17-ാം അധ്യായത്തിൽ വായിക്കുന്നു 1-ാം വാക്യത്തിൽ 6 ദിവസം കഴിഞ്ഞതിന് ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ചുകൊണ്ട് ഉയർന്ന ഒരു മലയിലേക്ക് കൊണ്ടുപോയി. എന്തിനാണെന്നറിയാമോ? പ്രാർത്ഥിക്കുവാൻ. 12 പേരെയും കൊണ്ടുപോയില്ല, 3 പേരെ മാത്രം കൊണ്ടുപോയി. ഒരു ഡിവൈൻ സെലക്ഷൻ, ഒരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ. ഞാൻ ഈ ഫാസ്റ്റിംഗ് പ്രെയറിൽ നിങ്ങളുടെ മേലെ അത് ആത്മാവിൽ കൈമാറുകയാണ്. ചിലർക്ക് ചില സ്പെഷ്യൽ ഇൻവിറ്റേഷൻ കർത്താവ് തരികയാണ്. എല്ലാവർക്കും അല്ല കൊടുത്ത്, അതിൽ 3 പേർക്ക് മാത്രം കർത്താവ് കൊടുത്തു. ഇതിൻ്റെ അകത്ത് ഇത്രയും പേര് ഇരിപ്പുണ്ടെങ്കിലും ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ആ 3-ൽ 1 നിങ്ങളാണ്. ആ 3-ൽ 1 നിങ്ങളാണ്. ആ 3 പേരുടെ പേരൊന്ന് കര ഉയർത്തി പറഞ്ഞ്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. എല്ലാ കര ഉയർന്നില്ല, എല്ലാ കര ഉയർത്തിയിട്ടെന്ന് പറഞ്ഞ്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. നന്നായിട്ടൊന്ന് ആത്മാവിൽ സ്കാൻ ചെയ്താൽ ആ 3 പേർ ഇതിൻ്റെ അകത്തുണ്ടായിരിക്കും. ആ ഡിവൈൻ സെലക്ഷൻ കിട്ടിയവർ. ഇതിപ്പോൾ ഒരു ഇലക്ഷൻ്റെ സമയമാണ്. ഇന്നത്തെ എൻ്റെ സന്ദേശം ഒരു സെലക്ഷൻ്റെ സന്ദേശമാണ്. ഒരു ഡിവൈൻ സെലക്ഷൻ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാൻ ഒക്കത്തില്ല. ചില ചെയ്യിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ നിയോഗിപ്പാനിടയായിത്തീരും. ഈ 3 പേരെ യേശു കർത്താവ് വളരെ പ്രധാനമായി 3 സ്ഥലത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. 1 ഇവിടെ, 2 യായിറോസിൻ്റെ വീട്ടിൽ കൊച്ചിനെ ഉയർപ്പിക്കുവാൻ, 3 ഗത്ശമന പൂങ്കാവനത്തിൽ ഉലക ലോകത്തിൻ്റെ മുഴുവൻ പാപവും നിറഞ്ഞു മറിയുന്ന ക്രോധ മദ്യം വാങ്ങി പാനം ചെയ്ത് രക്തധമനി പൊട്ടി രക്തത്തുള്ളികൾ വിയർപ്പു തുള്ളികളായി നിലത്ത് നിപതിക്കുന്ന യേശുവിൻ്റെ ഗത്ശമനയിലെ പ്രാർത്ഥനയിൽ 1 നാഴിക ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഇൻവിറ്റേഷൻ കിട്ടിയത് ഇവർക്കാണ്. മറുപമലയിൽ അസാധാരണമാകുന്നൊരു സാന്നിധ്യമാണ്. ഗത്ശമനയിൽ രക്തം വിയർത്തുള്ള പ്രാർത്ഥനയാണ്. യായിറോസിൻ്റെ വീട്ടിൽ മരിച്ച വ്യക്തി ഉയർക്കുന്നതിന് സാക്ഷ്യം. ഇതിന് 3-നും ദൈവം സെലക്ട് ചെയ്തത് 3 പേരെ മാത്രം. ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ കൈ ഉയർത്തി നിങ്ങളോട് കൈമാറുകയാണ്. ഈ ഫാസ്റ്റിംഗ് പ്രെയർ തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ മേലൊരു സെലക്ഷൻ കർത്താവ് തന്നിരിക്കും. അവിടെ വായിക്കുന്ന 6 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇവരെ യേശു വിളിച്ചെന്നാണ്. 6 ദിവസം കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുമ്പോൾ അതിന് മുമ്പത്തെ ഒരു വാക്യം 16-28 ഒരു പദപ്രയോഗം യേശു പറയുന്നുണ്ട്. മനുഷ്യപുത്രൻ ദൈവരാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്ത ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. 12 പേരെ നിരനിരയായി നിർത്തിയിട്ട് യേശു കർത്താവ് പറയുകയാണ്, മനുഷ്യപുത്രൻ ദൈവരാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്ത ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? ഒരു പദപ്രയോഗത്തിലുണ്ട് അവിടെ. പുതിയ നിയമത്തിൽ ഒരു ക്രിസ്തു ഭക്തൻ്റെ, ഒരു അപ്പോസ്തലൻ്റെ മരണം അത് ശോചനീയമല്ല, അത് ആസ്വാദ്യകരമാണ്. മരണം ആസ്വദിക്കാത്ത ചിലർ എന്ന് വെച്ചാൽ ശിഷ്യവൃന്ദങ്ങളിൽ യോഹന്നാൻ ഒഴികെ ബാക്കി 11 ശിഷ്യന്മാരും രക്തസാക്ഷികളായവരാണ്. അവരെക്കുറിച്ച് കർത്താവ് തന്നെ പറയുക, അവരുടെ രക്തസാക്ഷിത്വ മരണം ആസ്വാദ്യകരമാണ്. പുതിയ നിയമത്തിലെ മരണം, ഭക്തൻ്റെ മരണം ആസ്വദിക്കത്തക്കവണ്ണമാണ്. എന്താ അത് ആസ്വദിക്കത്തക്കവണ്ണമായതെന്നറിയാമോ? ഒരായുസ് മുഴുവൻ കർത്താവിൻ്റെ വേല ശക്തിയോടെ നിർവഹിച്ചതിന് ശേഷം ഒരു ഭക്തൻ ഈ മണ്ണ് വിട്ടു പോകുന്നത്
വൈഭവത്തോടെയല്ല, അഭിമാനത്തോടെയാണ്. അഭിമാനത്തോടെയാ. എന്തുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും കർത്താവ് ഈ ഭൂമിയിൽ അല്പം ആയുസ് നീട്ടി തന്നതെന്നറിയാമോ? എന്തോ ചില വേലകൾ കൂടി ചെയ്തെടുക്കാൻ ബാക്കി ഈ മണ്ണിൽ ശേഷിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ആയുസ് വലിച്ചു നീട്ടി ദൈർഘ്യമാക്കി തന്നെങ്കിൽ ഇന്നത്തെ മിഷൻ ചലഞ്ച് മിനിസ്ട്രിയിൽ ഞാൻ കൈമാറുകയാണ്. വചനം കേട്ട് കൈകൊട്ടി വീട്ടിൽ പോകുന്നവരായിട്ടല്ല എന്നെയും ദൈവം, നിങ്ങളെയും ദൈവം കണ്ടിരിക്കുന്നത്. ചിലതൊക്കെ ചെയ്യുവാൻ ഈ രണാങ്കണ ഭൂമിയിൽ ആത്മാവിൽ ചാടിയിറങ്ങാൻ കരുത്തുള്ള ദൈവമക്കൾ കരങ്ങൾ അടിച്ച് ദൈവത്തിന് ഇന്ന് രാവിലെ ഒന്ന് സ്തോത്രം ചെയ്യാമല്ലോ. മരണം ആസ്വദിക്കാത്ത ചിലർ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മരണഭീതി മാറിയവരാ ദൈവമക്കൾ. മരണ നിഴലിന്റെ താഴ്വരയിൽ കൂടി പോയവരാ ദൈവമക്കൾ. ആ താഴ്വരയിൽ കർത്താവ് എടുത്ത് നമ്മളെ അക്കരെ എത്തിച്ചത് കൊണ്ടാണ് ഇന്ന് രാവിലെ ആയുസോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് സ്തോത്രം ചെയ്യുന്നത്. ഞാനും മരണത്തിനും ഇടയിൽ ഒറ്റ അടി അകലമെന്ന് പറഞ്ഞ് കരഞ്ഞ ദാവീദിനെ പഴയ നിയമം വ്യക്തമാക്കുന്നുണ്ട്. എനിക്കും മരണത്തിനും ഇടയിൽ ഒറ്റ അടി അകലം. കരഞ്ഞു പറഞ്ഞവൻ്റെ ഒറ്റ അടിയിൽ കയറി പിടിച്ച് തമ്പുരാൻ വലിച്ചങ്ങ് നീട്ടിയിട്ട് തൻ്റെ തലമുറ രാജസിംഹാസനത്തിൽ ഇരിക്കുന്നത് കൺകുളിർക്ക് കണ്ടതിന് ശേഷം ആ പിടിവിട്ടതാ ദൈവം. പിടിവിടുന്നതിന് മുമ്പ് അവനെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ചു, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് എൻ്റെ ദൈവത്തിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. ഇന്ന് രാവിലെ ദൈവ സാന്നിധ്യത്തിൽ ഉയരോടിരുന്ന് സ്തോത്രം ചെയ്യുന്നത് തന്നെ പിശാചിനൊരു തിരിച്ചടിയാണെന്ന് എത്ര ദൈവമക്കൾ ഇന്ന് രാവിലെ തിരിച്ചറിയും? എന്തിന് ആയുസ് നീട്ടി തന്നെ ഇന്ത്യയിൽ ചില വേല ചെയ്തെടുക്കാനുണ്ട്. ഭാരതത്തിന്റെ ചില മിഷൻ തോളിലേറ്റാനുണ്ട്. ആരും കൂടെ ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് ഭാരം ചുമന്ന് ഒരു തീരം എത്തുവാൻ ദൈവം വിളിച്ച ചിലർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. ഒരു ദൈവിക ദർശനം പൂർത്തീകരിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് രാവിലെ നിന്റെ ശരീരത്തെ സൗഖ്യമാക്കാൻ കർത്താവ് തയ്യാറാണ്. ഇരുന്ന് തീർക്കാനല്ല ഈ പകലത്തെ ദൈവ നിയോഗം. ഓടി തികയ്ക്കാൻ ദൈവം ചിലതിനെ അഭിഷേകം ചെയ്യാൻ പോകുകയാ. താങ്ക് യു ലോർഡ് ജീസസ്. പണ്ട് ബ്രിട്ടനിലെ കോടീശ്വരനായ ഒരു മനുഷ്യൻ്റെ മകൻ വഴി നടന്ന് പോകവേ ഒരു സുവിശേഷ യോഗത്തിൻ്റെ വോയിസ് കേട്ട ഹോളിലേക്ക് കയറി ചെന്നു. ഒരു ദൈവദാസൻ യേശുവിനെ പ്രീച്ച് ചെയ്യുക. ചുമ്മാ പുറകിൽ പോയി നിന്നതാണ്. ആ യൗവനക്കാരനെ കയറി പരിശുദ്ധാമ്മ ഒന്ന് തൊട്ടു. ആ ദൈവദാസൻ അനൗൺസ് ചെയ്ത് യേശുവിനെ സ്വീകരിപ്പാൻ ആരുണ്ട്? 22 പേർ കൈ ഉയർത്തി. 22 പേരെ എഴുന്നേൽപ്പിച്ച് നിർത്തി അദ്ദേഹം ചോദിച്ചു, യേശുവിൻ്റെ വേല ചെയ്യുവാൻ ആഫ്രിക്കയിലേക്ക് പോകുവാൻ അപ്പനെ അമ്മയും നാടും വീടുമൊക്കെ വിട്ടുപോകാൻ ആരുണ്ട്? 21 കൈപൊക്കിയില്ല, ഒരെണ്ണം മാത്രം കൈപൊക്കി. അദ്ദേഹത്തെ ആ ദൈവദാസൻ സ്റ്റേജിലേക്ക് വിളിച്ച് ചോദിച്ചു, മോനെ നിൻ്റെ പേരെന്താണ്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് തോമസ് വെയറിങ്, ഞാൻ എൻ്റെ അപ്പൻ ഏക മകനാണ്. അദ്ദേഹം ചോദിച്ചു, നീ സമർപ്പിക്കപ്പെട്ടത് ശരിയാണോ? അതെ, ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് പോകാൻ തയ്യാറാണ്, അതും ഇരുണ്ട ഭൂഖണ്ഡത്തിലേക്ക്. അങ്ങനെ ദൈവദാസന്മാർ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് തലയിൽ കൈവച്ച ദൈവദാസൻ ആ യൗവനക്കാരനെ വേലയ്ക്ക് വേർതിരിച്ചു. അദ്ദേഹം ചാടിത്തുള്ളി സന്തോഷത്തോടെ തൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ വന്ന തോമസ് വയറിങ്ങിനെ കണ്ട് അപ്പൻ ചോദിച്ചു, മോനെ എന്ത് പറ്റി ഇത്ര സന്തോഷം? താൻ പറഞ്ഞു, ഡാഡി എൻ്റെ യേശുവിനെ സ്വീകരിച്ചതിൻ്റെ സന്തോഷം. ഡാഡി പറഞ്ഞു, കുഴപ്പമില്ല, അതുമാത്രമല്ല ഡാഡി സന്തോഷം, എൻ്റെ സന്തോഷം ഇരുണ്ട ഭൂഖണ്ഡമാകുന്ന ആഫ്രിക്കയിൽ യേശുവിൻ്റെ വേല ചെയ്യാൻ അവൻ എന്നെ വിളിച്ചത് കൊണ്ട് ഞാൻ സമർപ്പിക്കപ്പെട്ട് വന്നതാണ് ഡാഡി. ഞാൻ അതുകൊണ്ട് ഈ വീട് വിട്ട് അങ്ങോട്ട് പോവുകയാണ്. അത്ര നേരം സന്തോഷിച്ച് നിന്ന് അപ്പൻ്റെ മുഖം അങ്ങ് കറുത്തു. അപ്പനങ്ങ് ചൂടായി ഭയങ്കര കോപാകുലനായി സംസാരിച്ചു, നോ, എൻ്റെ സ്വത്തിനെല്ലാം അവകാശം നീയാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും പോകാൻ കഴിയില്ല, ഞാൻ നിന്നെ വിടില്ല. ഉടനെ മകൻ പറഞ്ഞു, ഡാഡി അങ്ങനല്ല, ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു പോയി, എനിക്ക് പിന്മാറാൻ കഴിയില്ല. ഈ ഫാസ്റ്റിംഗ് പ്രയർ തീരുന്നതിന് മുമ്പ് ദൈവം മുമ്പിൽ നേർന്ന നേർച്ചകളൊക്കെ നിരൂപിച്ച് തീർക്കാനല്ല, നിവർത്തിച്ച് തീർക്കാൻ
ദൈവസഭയോടെടുത്ത നേർച്ചകൾ, സുവിശേഷ വേലയോടെടുത്ത നേർച്ചകൾ, മക്കളിൽ ഒന്നിനെ സുവിശേഷത്തിന് കൊടുക്കാമെന്ന് ചങ്കുപൊട്ടി എടുത്ത നേർച്ചകൾ, ഉത്തരേന്ത്യയിൽ പോയി വയലിൽ അധ്വാനിച്ചോളാം എടുത്ത നേർച്ചകൾ, മിഷനറി വേലയ്ക്ക് വേണ്ടി എന്നാൽ ആവോളം ചിലത് ചെയ്തോളാം ചങ്കുപൊട്ടി എടുത്ത നേർച്ചകളൊക്കെ സോഫ്റ്റായ പ്രതലത്തിൽ ലൈഫ് പോയപ്പം മറന്നുപോയെങ്കിൽ, നേർന്നത് നിരൂപിച്ചാൽ അത് കണിയാണെന്ന് ദൈവവചനം പറയുന്നെങ്കിൽ, ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് പറ, ഈ ഫാസ്റ്റിംഗ് പ്രയർ ഞാൻ നേർന്ന നേർച്ചകളെ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്ത് തന്ന് എനിക്ക് ചെയ്യാനുള്ള വഴി എൻ്റെ കർത്താവ് ഒരുക്കുന്നതിനായി സ്തോത്രമെന്ന് പറയാൻ കൃപയുള്ളവരുടെ ശബ്ദമാണ് ഇന്ന് പകൽ ഇവിടെ മുഴങ്ങുന്നത്. ചില വൈതരണികളിൽ കൂടി പോകുമ്പോൾ, ചില രോഗാതുരമാകുന്ന അനുഭവങ്ങളിൽ കൂടി പോകുമ്പോൾ, നമ്മെ നിന്ന നിപ്പിൽ, ഇരുന്ന ഇരിപ്പിൽ, കിടന്ന കിടപ്പിൽ കണ്ണുനീരോടുകൂടെ ദൈവത്തോട് പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തോളാം, ഞാൻ ഇങ്ങനെ ചെയ്തോളാം, എൻ്റെ തലമുറയെ കർത്താവിന് വേണ്ടി വിട്ടോളാം, ഞാൻ പൊക്കോളാം, കുടുംബമായി പൊക്കോളാം, മാസത്തിൽ 3 ദിവസം പൊക്കോളാം. ദൈവത്തോടെടുത്ത നേർച്ച നീ മറന്നാലും കേട്ട ദൈവം മറന്നിട്ടില്ല. കയ്യിൽ കരുതിയ എണ്ണയെടുത്ത് നാമെ തലയണയായി വെച്ച കല്ല് നാട്ടിയിട്ട് എണ്ണയൊഴിച്ച് സത്യം ചെയ്തപ്പോൾ, യാക്കോബേ നീ അത് മറന്നെങ്കിലും സത്യം ചെയ്ത യാമേൻ ലൂസിൽ ബഥേലിൽ അവൾ നിൽക്കുകയാ. നീ ഒത്തിരി സമയം മുമ്പോട്ട് പോയി, നിനക്കൊത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിഞ്ഞു, ഒത്തിരി ബന്ധങ്ങൾ വന്നു, ഇതുവരെ ഇല്ലാത്ത പല കാര്യങ്ങൾ കിട്ടി. പക്ഷെ ദൈവം പറയുക, ഞാൻ ബഥേലിൻ്റെ ദൈവമാ, നീ ഇപ്പോൾ ഒത്തിരി ദൂരം പോയി, ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണ്. നീ എന്നോട് എണ്ണയൊഴിച്ച് സത്യം ചെയ്ത നേർച്ച നേർന്ന അതേ കല്ലിന്റെ സൈഡിൽ ഞാൻ നിൽക്കുകയാണ്, നീ തിരിച്ചു വരിക. ഇന്ന് രാവിലെ ആത്മാവ് ചലഞ്ച് ചെയ്യുകയാണ്, ആത്മാവ് ചില ഹൃദയത്തോട് വാദിക്കുകയാണ്. ഈ ഫാസ്റ്റിംഗ് പ്രയർ തീരുന്നതിന് മുമ്പ് ഒരു വാഹനം യൂ-ടേൺ എടുത്തു വരുന്നത് പോലെ നേർച്ച നേർന്ന കല്ലിന്റെ അടുക്കലേക്ക് വന്ന് അത് നിവർത്തിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്ന ദൈവമക്കൾ, കമാൺ. പരിശുദ്ധാത്മാവ് കരയുക. ചിലർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിരൂപിച്ച് മാറ്റിവെച്ചു. ഇന്ന് രാവിലെ സന്ദേശം മുഴുമിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും തമ്പുരാനുമായിട്ടൊരു എഗ്രിമെൻ്റ് സൈൻ ചെയ്ത ചിലരിതിൻ്റെ അകത്തുണ്ടെന്ന് ആത്മാവ് കാണുകയാണ്. അത് ചെയ്തു തീർക്കാൻ ഞാൻ തയ്യാറാണ്, ഞാനിതാ ബഥേലിലേക്ക് തിരിച്ചു വരികയാണെന്ന് പറയാൻ പറ്റുന്നവരാ കൈ ദൈവത്തിന് കൊടുത്താട്ടെ. ലോർഡ്, ഞാൻ തയ്യാറാണ്. എന്തെല്ലാം പ്രശ്നം വന്നാലും ഞാൻ തിരികെ പോകില്ല, ഞാൻ തയ്യാറാ കർത്താവേ. ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യാമെന്ന് നീ പറഞ്ഞ വാക്ക്, ആ പ്രോമിസ്, ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞ നേർച്ച, കമാൻ. അപ്പനമ്മമാർ ഞാൻ പറയുന്നു, മക്കളിൽ ഒന്നിനെ കർത്താവിന് കൊടുത്തേക്കാമെന്ന് ഹൃദയം കൊണ്ട് ദൈവത്തോട് ചെയ്ത എഗ്രിമെന്റ് ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ ഫുൾഫിൽ ചെയ്യാൻ ദൈവത്തിന്റെ ആത്മാവ് നിർബന്ധിക്കുകയാ. അന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് അപ്പൻ വന്ന് തോമസ് വേറിങ്ങിൻ്റെ അടുത്ത് വന്ന് തോളിലൊന്ന് കൈയിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ വേല ചെയ്തോ, മിഷണറി ആയിക്കോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഡാഡി പറയുന്നു, നീ ചിന്തിക്കണം. നീ തന്നെ പോയാൽ നിനക്ക് മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നിന്നേക്കാൾ ശ്രേഷ്ഠരായി 25 ചെറുപ്പക്കാരെ സെലക്ട് ചെയ്തിട്ട് നീ ആഫ്രിക്കയിലേക്ക് വിട്. എന്നിട്ട് നമുക്കിഷ്ടം പോലെ ഫണ്ടുള്ളതല്ലേ, ഒരു ഓഫീസൊക്കെ ഇട്ട് ഇവിടെ ഇരുന്ന് അവർക്കുള്ള ഫണ്ട് അങ്ങോട്ട് അയച്ചു കൊടുക്ക്. നീ ഒറ്റയ്ക്ക് പോയാൽ നിനക്ക് മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. 25 പേര് പോയാൽ 25 മടങ്ങ് ചെയ്യാമല്ലോ. അതുകൊണ്ടൊന്ന് ചിന്തിച്ച് നാളെ രാവിലെ ആൻസർ ചെയ്യണം. അതെന്ന് പറഞ്ഞ്, ഡാഡി ഞാൻ ഇന്ന് രാത്രി എൻ്റെ അപ്പനോടൊന്ന് സംസാരിക്കട്ടെ, നാളെ നമുക്ക് കാണാം. ഡാഡിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം മകൻ നഷ്ടപ്പെടില്ല എന്നുള്ളൊരു ചിന്ത അപ്പനെ അലട്ടുന്നുണ്ട്. അന്ന് രാത്രി താൻ പോയി പ്രാർത്ഥനാ മുറിയിൽ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ലോർഡ്, എൻ്റെ ഡാഡി ഇങ്ങനെ പറയുന്നു, നീ എന്തു പറയും? ഉടനെ കർത്താവ് ഒരു ആൻസർ ചെയ്തു. പുള്ളി വളരെ സമാധാനമായിട്ട് കിടന്നുറങ്ങി. ഉറക്കമെല്ലാം കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് ചിരിച്ച് സന്തോഷത്തോടെ ടെൻഷൻ ഇല്ലാതെ അപ്പനെ കാണാൻ വരുക. അപ്പനെ കാണാൻ വന്ന് ഈ മകൻ്റെ വരവ്, ഊടും ഭാവവും ചിരിയെല്ലാം കണ്ട ഉടനെ അപ്പന് മനസ്സിലായി, എൻ്റെ ടാബ്ലറ്റ് ഏറ്റു, എൻ്റെ ക്യാപ്സൂള് പൊട്ടി. അവൻ പോത്തില്ല, അവന് പകരം 25 ചെറുപ്പക്കാരെ അയക്കാം. സന്തോഷമായി. മോനെ, നിൻ്റെ കർത്താവ് നിന്നോട് എന്തു പറഞ്ഞു?
കർത്താവ് പറഞ്ഞതുപോലെ നീ പറ മോനെ. ഉടനെ തോമസ് വേറിങ് പറഞ്ഞു, ഡാഡി, ഞാൻ ഇന്നലെ രാത്രി കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞത് ഞാൻ അതുപോലെ പറയാം. നിന്റെ അപ്പൻ അയക്കുന്ന 25 പേരെ എനിക്ക് വേണ്ട. ഞാൻ അയക്കുന്ന നിന്നെ മാത്രം മതി. ഞാൻ നിന്നെയാണ് അയക്കുന്ന മോനെ, ഞാൻ നിന്നെയാണ് അയക്കുന്നത്. എൻ്റെ ഡീലിങ്സ് നിന്നോടാണ്. ഞാൻ നിന്നെയാണ് അയക്കുന്നത്. നിന്റെ അപ്പൻ അയക്കുന്ന 25 പേർ നിന്നോളം വരില്ല മോനെ. നിന്റെ അപ്പൻ അയക്കുന്ന 25 പേർ നിന്നോളം വരില്ല മോനെ. നീ ഒറ്റയ്ക്ക് പോകണം. ഞാൻ നിന്നെ അയക്കുന്നത്. ഇന്ന് പകലത്തെ സെഷനിൽ ഒരു മിഷൻ ചലഞ്ച് കർത്താവ് ചെയ്യുകയാ. പ്ലീസ്, തയ്യാറുണ്ടോ? ഞാൻ തയ്യാറാണെന്ന് പറയാൻ പറ്റിയ 10 ചെറുപ്പക്കാർ ദൈവസഭയ്ക്കകത്തു നിന്ന് ചാടി എഴുന്നേക്കാൻ പോകുകയാ. അപ്പൻ എന്ത് ചെയ്തെന്നറിയാമോ? ഇനി നീ എൻ്റെ മകനല്ല, ഈ സ്വത്തിന് നീ അവകാശിയല്ല, എഴുതി വെച്ചിട്ട് പൊക്കോളം പറഞ്ഞു. സന്തോഷത്തോടെ എഴുതി വെച്ച് ഒരു പെട്ടിക്കകത്ത് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് ആ മകൻ നടന്നുപോയി. ഒരു കപ്പലിൽ യാത്ര ചെയ്ത് ആ ഇരുണ്ട ഭൂഖണ്ഡത്തിലേക്ക് എത്തി. 30 നീണ്ട വർഷങ്ങൾ അവൻ്റെ വേല തികച്ചു. 30 നീണ്ട വർഷങ്ങൾ. അവസാനം 30 വർഷത്തെ വേല കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു രോഗം. താൻ താമസിക്കുന്ന കുറ്റിക്കാടിൻ്റെ അകത്ത് താൻ തളർന്ന് കിടന്നു. താൻ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ വേല കഴിഞ്ഞ് ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം വേല തികച്ചിട്ടാ മരിക്കുന്നത്. ഓർത്തോണം, തികയ്ക്കാതെ ഇവിടുന്ന് പോകരുത്. ഒരു അസൈൻമെൻറ്റ് കർത്താവ് തന്നിട്ടുണ്ട്. ആ തന്ന അസൈൻമെൻറ്റ് ഏതാണോ അത് പൂർത്തീകരിക്കാനുള്ള അവസരമാണ് മരണത്തിന് മുമ്പ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. മരണം ആസ്വദിക്കുന്നതിന് തൊട്ട് മുമ്പ് ദൈവം തന്നിരിക്കുന്ന സമയം അസൈൻമെൻറ്റുകൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ദൈവം എനിക്കൊരു അസൈൻമെൻറ്റ്, ഒരു ദർശനം തന്നിട്ടുണ്ടെന്ന് മനസ്സുകൊണ്ട് അറിയാവുന്നവർ മാത്രമൊന്ന് കൈ ഉയർത്തി പിടിക്കാമോ? ഒന്ന് കാണട്ടെ. ഒരു ദർശനം ദൈവം എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ തന്നിട്ടുണ്ടെന്ന് മനസ്സുകൊണ്ട് ഉറപ്പുള്ളവർ കം ഓൺ, ചേർന്ന് പറ ആമേൻ. പ്രൈസ് ഗോഡ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കർത്താവേ, ഞാൻ മരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷേ ഞാൻ വിതച്ചതേ ഉള്ളൂ, ഞാൻ കൊയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു സൗഖ്യം തരാമോ? തരാങ്കി ഞാൻ എൻ്റെ രാജ്യത്ത് പോയി ഇവിടുത്തെ വർക്കിനെക്കുറിച്ച് ഞാൻ സാക്ഷ്യം പറയാം. എന്നിട്ട് അവിടെ മരിക്കത്തില്ല, ഞാൻ ഇവിടെ വരാം, ഇവിടെ വന്ന് ഞാൻ മരിച്ചോളാം. നിങ്ങൾക്കറിയോ, കർത്താവ് ആ ദൈവദാസന് സൗഖ്യം കൊടുത്തു. താൻ അടുത്ത ഷിപ്പിൽ കയറി തൻ്റെ ജന്മനാട്ടിൽ വന്നു. കിട്ടിയ സ്ഥലങ്ങളിലെല്ലാം ടെസ്റ്റിമണി പറഞ്ഞു, ഞാൻ വിതച്ചതേ ഉള്ളൂ, ഞാൻ കൊയ്തിട്ടില്ല. അവസാനം താനൊരു കപ്പലിൽ കയറി ആ ഇരുണ്ട ഭൂഖണ്ഡത്തിലേക്ക് തിരിച്ചു പോന്നു. പക്ഷെ സംഭവിച്ചത്, താനൊരു ടെസ്റ്റ് മണി പറയുന്ന ഒരു മീറ്റിങ്ങിൽ ഒരു പത്രത്തിൻ്റെ ന്യൂസ് റിപ്പോർട്ടർ ഇരിപ്പുണ്ടായിരുന്നു. ഈ ടെസ്റ്റ് മണി കേട്ട ഉടനെ തൻ്റെ അകം അങ്ങോട്ട് ചലിച്ചു. എനിക്കും ആ രാജ്യത്ത് പോകണം, വേല ചെയ്യാനല്ല, അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വാർത്ത കളക്ട് ചെയ്യാൻ, ന്യൂസ് കൊടുക്കാം. അദ്ദേഹം ഒരു കപ്പലിൽ കയറി തിരിച്ച് ആ രാജ്യത്ത് ചെന്നിട്ട് ചോദിച്ചു, അറിയുമോ തോമസ് വയറിങ് എന്ന് പറഞ്ഞൊരു മനുഷ്യന്? അവർ പറഞ്ഞു, അറിയും. അദ്ദേഹത്തെ അറിയുന്നത് കൊണ്ടാണ് നീ ഇന്ന് ജീവനോടെ നിൽക്കുന്നേ. ഞങ്ങളെ ഇങ്ങനെ ആക്കിയത് ആ ഒരു ദൈവദാസനാണ്. കുറച്ചാഴ്ചകളായി ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നില്ല, പക്ഷെ വഴി പറഞ്ഞു തരാം, ചെന്ന് നോക്കിയാട്ടെ. ഇദ്ദേഹം പറഞ്ഞു കേട്ട വഴിയിൽ നേരെ പോയി നോക്കിയപ്പോൾ ആ കാണുന്നത് ആ കുറ്റിക്കാടിൻ്റെ അകത്ത് ഒരു സ്കെലിട്ടൺ മുട്ടുമടക്കിയതുപോലെ ഇരിക്കുന്നു. അസ്ഥികൂടങ്ങൾ. താൻ ഭാരപ്പെട്ടു പോയി, വിഷമിച്ചു പോയി. ആഫ്രിക്കയുടെ കൊയ്ത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, മുട്ടുമടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പ്രാവ് പറന്നുപോയി. ആ ആത്മാവ് പറന്നുപോയി. ഞാൻ നിങ്ങളെ കൈ ഉയർത്തി അനുഗ്രഹിക്കുക. അവൻ്റെ വരവിന് മുമ്പ് ഇവിടെ നിന്നൊരു പറക്കലുണ്ടെങ്കിൽ
അഭിമാനത്തോടെ ഇവിടുന്ന് പോത്തുള്ളൂ. പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പറന്നു പോകും. മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുമ്പം പറന്നു പോകും. ആത്മാവിൽ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പം പറന്നു പോകും. ആർക്കും ഭാരമാകാതെ, ആർക്കും ഭാരമാക്കാതെ മിനിസ്ട്രിയുടെ ഇടയിൽ വേല തികച്ച് പറന്നു പോകാൻ പറ്റിയൊരു ഭാഗ്യമെന്ന് പറഞ്ഞ അതിലപ്പുറത്തൊരു റിവാർഡ് വേറെ എന്താ ഉള്ളേ? അല്ലാതെ ഒന്നും ചെയ്യാതെ മരിച്ചു പോയാലും ഫ്യൂണറൽ സർവീസിൽ ചെയ്തെന്നല്ലേ പ്രസംഗിക്കാൻ പറ്റൂ. അധികം നല്ലവനൊന്നും അല്ലേലും ശവസംസ്കാര ശുശ്രൂഷയിൽ നല്ലവനാന്നല്ലേ പറയാൻ പറ്റൂ. ഒന്നും ചെയ്യാതെ പോകല്ല്, എല്ലാം തീർത്തിട്ട് പോണം. ഒരല്ലേലിയ പറഞ്ഞേ. ഒരു പഴയ പാട്ടുണ്ടല്ലോ, ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോ. എത്ര പേർക്ക് വരി കേട്ടിട്ടുണ്ടോ? പഴയ വരിയ 10-17 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു വരിയ. എന്റെ ആയുസ്സു മുഴുവൻ നീ എന്നെ കാത്തല്ലോ ദൈവമേ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കോത്തതുപോ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കോത്തതുപോ. കഴിഞ്ഞ ദിവസം ഞാൻ അവരെ ഒന്നുകൂടെ പാടാൻ, ഹലോ ഒന്ന് പാടി സഹായിക്കണം. അല്ലേ, കഴിഞ്ഞ ദിവസം ഒരു ഫ്യൂണറൽ സർവീസിന് ഞാനും എൻ്റെ സഹോദരനും ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടൊരു വീടാണ്, ഏറ്റവും വേണ്ടപ്പെട്ട വീടാണ്. 91-ാമത്തെ വയസ്സ്, 91 മരിക്കുന്നത്. ഒരേ ഒരു മകൻ, ആറ്റുനോറ്റ് വളർത്തിയൊരു മകൻ, ഗവൺമെൻറ് എംപ്ലോയി. നല്ലൊരു വിവാഹം, ചെറിയ പ്രായത്തിൽ വിവാഹം നടത്തി. പക്ഷെ ഒറ്റയാഴ്ച അപ്പൻ്റെ അമ്മയുടെയും കൂടെ ഭർത്താവുമായിട്ട് അവൾ ജീവിച്ചുള്ളൂ. സംഭവിച്ചത്, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാളെയും കൊണ്ടങ്ങ് പോയി. അപ്പനെ അമ്മേനെ നോക്കാൻ അനുവദിച്ചില്ല, 1 രൂപ കൊടുക്കാൻ അനുവദിച്ചില്ല, ഒന്ന് വന്ന് കാണാൻ അനുവദിച്ചില്ല. ഭാര്യയുടെ ഒരു നിർബന്ധമേ, അരുത്, കടപ്പാടുകളെ കൊഴിച്ചു മൂടിയിട്ട് അന്യഭാഷ പറയരുത്. എല്ലാവരും അങ്ങോട്ട് ആമേൻ പറഞ്ഞില്ലല്ലോ. മരിച്ചു കിടക്കുന്ന അപ്പൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് വീഡിയോക്കാരുള്ളത് കൊണ്ട് ആക്ട് ചെയ്യുന്നതല്ല ജീവിതം. മരിച്ചു കഴിഞ്ഞല്ല, ജീവനോടിരിക്കെ നിൻ്റെ കടപ്പാടുകൾ തീർക്കാൻ പറ്റിയില്ലെങ്കിൽ കർത്താവ് ഒരടി മുമ്പോട്ട് വിടത്തില്ല. വളർത്തിയവരെ നടത്തിയവരെ മറന്നിട്ട് എന്ത് ആരാധന സഹോദരങ്ങളെ. ദൈവം ഏൽപ്പിച്ച നിയോഗങ്ങൾ ഭൂമിയിൽ ചെയ്തു തീർക്കാനുള്ളവർക്കായി സ്തോത്രം. അത് മക്കളാകട്ടെ മരുമക്കളാകട്ടെ. കുടുംബം തകർക്കാനല്ല ദൈവം നിന്നെ വിളിച്ച്, കുടുംബം പണിയാനാ ദൈവം നിന്നെ വിളിച്ച്. ഒരു ദിവസം പോലും വന്ന് കാണാൻ അനുവദിച്ചില്ല. 91-ാമത്തെ വയസ്സിൽ അപ്പൻ മരിക്കുമ്പോൾ നാട്ടുകാർ പറഞ്ഞു, മകനെങ്ങാനും കാണാൻ വന്ന കൈകാര്യം ചെയ്യുമെന്ന്. ഏതായാലും കൈകാര്യം ചെയ്തില്ല, മകൻ കാണാൻ വന്നു. ആ രംഗം ഞങ്ങൾ രണ്ടുപേരും നേരിൽ കണ്ടതാണ്. ഡെഡ് ബോഡി എടുക്കുന്ന സമയത്ത് മകൻ വന്ന കാലെ വീണ് കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു. നാട്ടുകാരെ ഡെഡ് ബോഡി എടുക്കാൻ അനുവദിച്ചില്ല, അക്രൈസ്തവർ അനുവദിച്ചില്ല. കാര്യം മരിച്ചുപോയ പിതാവിന് ആ നാട്ടിൽ അത്രയും മാന്യതയുണ്ടായിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ കരഞ്ഞത് അക്രൈസ്തവരാണ്. ഈ മകൻ കാലെ വീണ് കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ എല്ലാവരും പറഞ്ഞു, അവൻ കരയട്ടെ, വർഷങ്ങളുടെ കണ്ണുനീര് തീർക്കാനുണ്ട്. പക്ഷെ ആ സമയത്ത് കൊയർ അവിടെ ഇരുന്നുകൊണ്ട് ഈ വരിയ പാടിയേ, ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോ. എന്നോട് ചേർന്ന് കര ഉയർത്തിക്ക്. എൻ്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. എൻ്റെ
എന്നെ കാത്തല്ലോ ദൈവമേ, ഒന്നും ചെയ്തില്ല ഞാനീ ഭൂമി. നിന്റെ നന്മകൾ കോത്തതുപോ ഒന്നും ചെയ്തില്ല ഞാനീ ഭൂമി. നിന്റെ നന്മകൾ കോത്തതുപോ. ഇന്ന് രാവിലെ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ മിഷൻ്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ചർച്ചിലെ 10-20 സഹോദരങ്ങളുമായിട്ട് UP-യിൽ കഴിഞ്ഞ മാസം പോയി. 176 പേരെ ഒരുമിച്ച് താമസിപ്പിച്ച് ഗോരഖ്പൂരിൽ മിഷണറി കോൺഫറൻസ് നടത്തി. മിഷണറിമാർ, തല്ലുകൊണ്ടവർ, രക്തധാരികളായവർ, 5.5 മാസം ജയിലിൽ കിടന്ന് തല്ലുകൊണ്ടവർ, 5.5 മാസം. ഞാനവരെ നിരനിരയാക്കി ഇരുത്തി ഓരോരുത്തരുടെ പാദം കഴുകാനുള്ള ഭാഗ്യം ഈ എളിയവന് കർത്താവ് തന്നു. ഞങ്ങൾ മിഷൻ കോൺഫറൻസ് വെക്കുന്ന ഒറ്റ കാര്യത്തിലാണ്, ജയിലിൽ കിടന്ന മിഷണറിമാരുടെ പാദം കഴുകണം. വേറൊരു ഉദ്ദേശമില്ല. ജയിലിൽ കിടന്നവരോട് ഞാൻ എന്നെ പ്രസംഗിക്കാനാ, ജയിലിൽ കിടന്ന് തല്ലുകൊണ്ടവരോട് ഞാൻ എന്ത് വെളിപ്പാട് പറയാനാ. പറ്റുവാണെങ്കിൽ അവരുടെ കാലെങ്കിലും കഴുകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ കൈനീട്ടിയിട്ടെ എനിക്കെന്താണ് അർത്ഥം? കഴിഞ്ഞ വർഷം ഞങ്ങൾ എല്ലാ വർഷവും ഉണ്ട് മിഷണറി കോൺഫറൻസ്. കഴിഞ്ഞ വർഷം ഇവിടെ ആയിരുന്നു, കഴിഞ്ഞ വർഷം ത്രിപുര ചെയ്തു. ഈ വർഷം ഇത് 2-3 കോൺഫറൻസ് കഴിഞ്ഞു. അടുത്ത കോൺഫറൻസ് ഷിമോഗയിൽ കുറേ ആൾക്കാർക്ക് വേണ്ടി വെക്കുക. മെയ്യിൽ 100ഓളം മിഷണറിമാർ കേരളത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് പോൾസൺ പാസ്റ്റർക്ക് വേണ്ടി, രാജു പോകല പാസ്റ്റർക്ക് വേണ്ടി ഞങ്ങളുടെ ഡേറ്റ് ഞങ്ങൾ മാറ്റിയത്. പ്രൈസ് ഗോഡ്. എന്തിനാ അവർ ഇങ്ങോട്ട് വിളിക്കണേന്ന് അറിയാമോ? അവരുടെ കാല് കഴുകണം. എത്ര പേരുണ്ടെങ്കിലും ഞങ്ങളൊരു ദിവസം അതിന് മാറ്റി വെക്കുക. അതിനിടയ്ക്ക് വേറെ പ്രോഗ്രാംസ് ഒന്നുമില്ല, വർഷിപ്പില്ല, മെസ്സേജ് ഇല്ല, ഗസ്റ്റ് ഇല്ല, ഒന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് നിന്നാ കഴുകണേ അവരുടെ പാദം. കാര്യം എനിക്ക് ദൈവം തന്നൊരു ഭാഗ്യമാണ്. എൻ്റെ ദൈവദാസന്മാരോട് ചോദിക്കും, ഒരു ചാൻസ് ഞാൻ കൂടെ തരാമോ, ഒരു ചാൻസ് ഞാൻ കൂടെ തരാമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ അവരുടെ പാദം തുടച്ചാൽ മതി, ഞാൻ അവരുടെ പാദം കഴുകാം. കാര്യം ചെളി ചവിട്ടി നടന്ന കാലാണ്, ഒത്തിരി പ്രാവശ്യം കെട്ടിയിട്ട് തല്ലുകൊണ്ടവരുടെ കാലാണ്. 5.5 മാസം ജയിലിൽ പോയി വേദന അനുഭവിച്ചൊരു മിഷണറിയുടെ പാദമാണ്. സുവാർത്ത ദൂതികളുടെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരമെന്ന് ദൈവവചനത്തിൽ വായിക്കുന്ന വാക്യ. 1 മിനിറ്റ് കൊണ്ട് ആ ശുശ്രൂഷ തീരത്തില്ല. അവർ വന്ന് കസേരയിൽ ഇരിക്കുമ്പോൾ നമ്മൾ പാദം കഴുകാൻ വെള്ളം എടുക്കുമ്പോഴേ ആ പാവങ്ങൾ കരയാൻ തുടങ്ങും. കാര്യം ഇവിടെയൊക്കെ VIP-മാരെ ആദരിക്കാൻ നമുക്കെല്ലാം ഇഷ്ടമാണ്. ഒരു VIP ആയൊരു പാസ്റ്റർ വന്ന ഒന്ന് ഷോൾ ഇടാൻ, കൈ കൊടുക്കാൻ, സെൽഫി എടുക്കാൻ എന്തെല്ലാം ഇൻട്രസ്റ്റ് ആണ്. ബട്ട് ആരൊക്കെ ദൈവരാജ്യത്തിൽ VIPs ആണെന്ന് അവിടെ ചെല്ലുമ്പോഴല്ലാതെ നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. സഹോദരങ്ങളെ, ചിലരുടെ പാദം കഴുകുമ്പോൾ അവർ അലറി കരയാൻ തുടങ്ങും, ചിലർ അന്യഭാഷകളിൽ ആരാധിക്കാൻ തുടങ്ങും, ചിലർ അപ്പോൾ തന്നെ തെറിച്ച് താഴെ വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സമയം എത്ര പോയാലും സാരമില്ല, ഇതൊരു സ്വർഗീയ സമയമാണ്. നിങ്ങളിൽ ആരാണ് വലുത് 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 എന്നുള്ള ചിന്ത വന്നപ്പോൾ അരയിൽ തോർത്തെടുത്ത് കയ്യിൽ വെള്ളമെടുത്ത് ശിഷ്യവൃന്ദങ്ങളുടെ പാദം കഴുകിയവനാ നിങ്ങളുടെ അകത്ത് വാസം ചെയ്യുന്നതെങ്കിൽ ചെയ്ത കാര്യങ്ങൾ വീണ്ടും ചെയ്ത് സമയം തികയ്ക്കാനല്ല ഇന്ന് പകൽ ദൈവാത്മാവ് നമ്മെ നിർബന്ധിക്കുന്നത്. ഇത് ദൈവത്തിന്റെ രാജ്യത്തിന്റെ സമയമാകയാൽ ചിലതിനെ ലിഫ്റ്റ് ചെയ്യാൻ. ഷാഹിബ ഒന്നും ചെയ്യാതെ പോകരുത്, ഒന്നും ചെയ്യാതെ പോകരുത്. ഒരുപക്ഷെ UP-യെ കുറിച്ച് നിനക്ക് കോള് കാണാം, ഒറീസയെ കുറിച്ച് വിളി കാണാം, ജാർഖണ്ഡിനെ കുറിച്ച് വിളി കാണാം. പ്ലീസ്, പോകാൻ ആരോഗ്യം അനുവദിച്ചില്ലെങ്കിൽ 100 രൂപയെങ്കിലും ആ പോകുന്നവരുടെ കയ്യിൽ എടുത്തു കൊടുത്ത്, പാസ്റ്റർ കൊണ്ട് കൊടുക്ക്, ഞാൻ പോകാൻ പറ്റുന്നില്ല, എന്റെ ശരീരം അനുവദിക്കുന്നില്ല. നിങ്ങൾ എപ്പോഴാ പോകുന്നേ? പ്രാർത്ഥനാ മുറിയിൽ ഞാൻ മുട്ടുമടക്കിക്കോളാം. എന്റെ ശരീരം വന്നില്ലെങ്കിലും എന്റെ ആത്മാവ് നിങ്ങളുടെ ഒപ്പമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചോളാം. എന്റെ പ്രാർത്ഥന കൊണ്ട്, എന്റെ കണ്ണുനീര് കൊണ്ട് ഞാൻ ഇന്ത്യയെ പ്രൊട്ടക്ട് ചെയ്തോളാം എന്ന് ധൈര്യത്തോടെ പറയാൻ കരുത്തുള്ള അപ്പച്ചന്മാരുണ്ടെങ്കിൽ, അമ്മച്ചിമാരുണ്ടെങ്കിൽ, come on, please clap your hands. കരമടിച്ച് ഇന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക.
ചെയ്തില്ല ഞങ്ങള് രണ്ടുപേരെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ഡെയിലി ഉള്ള ഡയലോഗാണ്, സുവിശേഷകരാക്കാൻ വളർത്തുകയാണ്. വേറെ ഒന്നും പറയാനില്ല അവർക്ക്. അക്കരെ ഇക്കരെ ഇറങ്ങാൻ വള്ളമില്ലാത്തപ്പോൾ ചങ്ങാടം തള്ളിയാണ് അക്കരെ ഇക്കരെ പോണേ. വാഴപ്പിണ്ടി വെട്ടിച്ചേർത്ത് ചങ്ങാടം ഉണ്ടാക്കി ഞങ്ങളെ രണ്ടുപേരെ, അല്ല ഒരാളോടും ഉണ്ട്, ഞങ്ങൾക്കൊരു മൂത്ത ആളും കൂടിയുണ്ട്. ജന്മം കൊണ്ട് പുള്ളി മൂത്താണെങ്കിലും കർമ്മം കൊണ്ട് ഞാനാ മൂത്തത്. അല്ലേ, ഞങ്ങൾ 3 പേരെയും കൂടി എടുത്ത് ചെങ്ങാടത്തിലോട്ട് ഇരുത്തിയിട്ട് അപ്പനും അമ്മയും വെള്ളത്തിൽ ഇറങ്ങി ഇങ്ങനെ തള്ളും. 40-45 മിനിറ്റ് തള്ളിയാണ് IPCയിലെ സൺഡേ സ്കൂളിനും IPCയിലെ ആരാധനയ്ക്കും വീട്ടു പ്രാർത്ഥനയ്ക്കും സ്കൂളിലും എല്ലാം കൊണ്ടുപോകുന്നത്. അപ്പോഴെല്ലാം പറയും, സുവിശേഷകരാകാൻ വളർത്തുക, സുവിശേഷകരാകാൻ വളർത്തുക, സുവിശേഷകരാകണം, മിഷണറി ആകണം. ഇന്ന് പകൽ ഇവിടെ നിന്നുകൊണ്ട് ഇത് പറയുന്നെങ്കിൽ അന്നവർ തള്ളിയതിൻ്റെ വിലയാണ്. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂമിയിൽ, എന്റെ ആയുസ്സു മുഴുവൻ, കരങ്ങൾ ഉയർത്തി പാടിക്ക, എന്നെ കാത്തല്ലോ ദൈവമേ, ഒന്നും ചെയ്തില്ല ഞാനീ ഭൂമിയിൽ, നിന്റെ നന്മകൾ കോത്തതുപോ, ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ, നിന്റെ നന്മകൾ കോത്തതു. സഭയൊന്ന് ചേർന്ന് പഠിക്കുക. അവര് എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. One more time. എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ, ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ, നിന്റെ നന്മകൾ കോത്തതുപോ, ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ, നിന്റെ നന്മകൾ കോത്തതുപോ. ഈ മണ്ണ് വിട്ടു പോകുന്നതിന് മുമ്പ് ചെയ്തു തീർത്തേ നീ പോകൂ. പോകാവൂ എന്ന് ബഗ്ഗിയുമല്ല, പോകൂ, ഉറപ്പാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞ്, ഞാൻ ചെയ്തു തീർത്തിട്ടേ പോകൂ. പറഞ്ഞേ, വാ തുറന്ന് പറഞ്ഞേ, ഞാൻ എൻ്റെ അസൈൻമെന്റ് തീർത്തിട്ടേ പോകും. പറഞ്ഞേ, വാ തുറന്ന് പറഞ്ഞേ, എൻ്റെ ദർശനം ഫുൾഫിൽ ചെയ്തിട്ടേ ഞാൻ പോത്തുള്ളൂ. ഇല്ല, ഞാൻ പോത്തില്ല, ഞാൻ പോകണോ, ഈ മണ്ണ് വിട്ട് പോകണോ, എൻ്റെ അസൈൻമെന്റ് ഞാൻ തീർത്തിട്ടേ പോത്തുള്ളൂ. ചലഞ്ച് ചെയ്യുക, ചലഞ്ച്. ഇവിടെ മാത്രമല്ല, ഈ ഓൺലൈനിൽ ഞങ്ങളെ കാണുന്ന ചിലരുടെ വീട്ടിൽ ചലനം നടക്കുക. പരിശുദ്ധമ്മ പറയുന്നു, ഇന്നത്തെ സന്ദേശത്തിൽ ചിലരുടെ കാലുകൾ ഓടുവാൻ പറ്റിയ കാലുകളാവുകയാ. തിരുവല്ല പട്ടണത്തിൽ എല്ലാം നന്മയും ദൈവം തന്നില്ലേ, വീട് ദൈവം തന്നില്ലേ, പറമ്പ് ദൈവം തന്നില്ലേ, മക്കളെ തന്നില്ലേ, അവരുടെ ഭാവി തന്നി, എന്നെ തരാനുള്ള എൻ്റെ ആയുസ് മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്, ചിലത് ചെയ്ത് തുടങ്ങുകയാ. വാസുജിക്ക് ഞാൻ കൊണ്ടുവന്നൊരു ഗിഫ്റ്റാണിത്. ചങ്ങല ധരിച്ച സ്ഥാനാപതി എന്ന് പറഞ്ഞ് ഞാൻ ഈ പറഞ്ഞ അനുഭവങ്ങളും എൻ്റെ 30 വർഷത്തെ ജീവിതത്തിൻ്റെ യാത്രകളിൽ കർത്താവ് നൽകിയ കുറേ സംഭാവനകൾ ഉള്ളൊരു ബുക്ക് ഞാൻ ചങ്ങല ധരിച്ച സ്ഥാനാപതി എന്ന് പറഞ്ഞ് പൗലൂസിൻ്റെ ജീവിത യാത്രകളുടെ സമാപനങ്ങൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ആഡ് ചെയ്തൊരു ബുക്കിൻ്റെ ഒരു കോപ്പി പാസ്റ്റർജിക്ക് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ കുറച്ച് പീസസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളുടെ സഹോദരൻ കണ്ണൂരിൽ നിന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ഒരു ദൈവദാസനാണ് ഇവിടെ വന്ന് ഇരിക്കുന്നത്. ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട്. അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു പഞ്ചാബിയാണ്. അവർ
അവർ കുടുംബമായിട്ട് ഉത്തരേന്ത്യയിൽ എൻ്റെ കൂടെ കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് യേശു കർത്താവിനെ കണ്ട് വീട്ടിൽ നിന്ന് ആരും വിശ്വാസത്തിൽ വരാതെ ഒറ്റയ്ക്ക് നിന്ന് പിടിക്കുന്ന ഒരു നല്ല അഭിഷിക്തനാണ് അദ്ദേഹം. എൻ്റെ കൂടെ ഒറീസായിലും ഇദ്ദേഹം മാത്രമല്ല, ഇതുപോലെ വർഷങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്ന കുറേ ചെറുപ്പക്കാരുണ്ട്. എനിക്ക് ഒരിക്കൽ ഞാൻ അവരെ എല്ലാം കൂട്ടി ഇങ്ങോട്ട് വരണം എന്നോർത്തിരിക്കുക. കാര്യം ഈ ചർച്ചിൻ്റെ മിഷൻ റൂട്ട് മാറാൻ പോകുകയാണ്. അദ്ദേഹത്തെ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ സ്തോത്രം ചെയ്യണം. അദ്ദേഹത്തെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. അദ്ദേഹം കണ്ണൂർ പയ്യന്നൂരിൽ താമസിക്കുക. അവിടെ എങ്ങും ഒരു വിശ്വാസിയോ ക്രിസ്ത്യാനിയോ ഇല്ലാത്ത മണ്ണിൽ നിന്ന് ആ കുടുംബത്തിൽ നിന്ന് തമ്പുരം പൊക്കിയെടുത്തത്. പണ്ടാരോ പാടിയതുപോലെ താതനഹോ തനിക്കുള്ളവരെ ലോകരിൽ നിന്ന് പിരിച്ചിടുന്നു. കർത്താവ് പിരിക്കുക എന്തിനാണെന്നറിയാമോ? ഇന്ന് അദ്ദേഹം ഉത്തരേന്ത്യയിൽ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി തീ പോലെ നിൽക്കുക. എൻ്റെ കൂടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന റോഷൻ വന്നിട്ടുണ്ട്. റോഷൻ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. പ്രൈസ് ഗോഡ്. റോഷൻ ലിജു വന്ന താങ്ക് യു. ഓക്കെ, അവർ ഫാമിലി ആയിട്ട് ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് അവരെൻ്റെ കൂടെ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുന്നൊരു വീടാണ്. സ്തോത്ര. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഒത്തിരി അധ്വാനിക്കുന്നൊരു വീടാണ് ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത്. പ്രൈസ് ഗോഡ്. ഒത്തിരി ഞാൻ ഇവരെയൊക്കെ വെച്ചാണ് പാസ്റ്റർ. എനിക്ക് ഹിന്ദി അറിയില്ല, പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് ഹിന്ദി അറിയാം. ഭാഷ അറിയില്ല എനിക്കെങ്കിലും. ഭാഷ അറിയാൻ വയ്യാത്ത ഞാൻ ഈ 28 സ്റ്റേറ്റിൽ ഓടിക്കൊണ്ടേയിരിക്കുന്നത്, അത് ഗ്രാമങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. കാര്യം അല്പമെങ്കിലും ഹിന്ദി അറിയാം എങ്കിൽ ദയവ് ചെയ്ത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തരുത്. മാസത്തിലൊരു 10 ദിവസമെങ്കിലും പറക്കണം അങ്ങോട്ട്. കാര്യം സുവിശേഷത്തെ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങളെ എന്നെ ഇന്ത്യ വെയിറ്റ് ചെയ്യുകയാണ്. കമാൻ, ഒന്നും ചെയ്യാതെ പോകരുത്, ചിലത് ചെയ്തിട്ടേ പോകാവൂ. ഈ ബുക്ക് ഒരു മിഷണറി ചലഞ്ച് ബുക്കാണ്. കർത്താവിൻ്റെ ദാസൻ്റെ സമീപിച്ചാൽ നിങ്ങൾക്ക് ആ ബുക്ക് ലഭ്യമാകും. ഞാൻ കർത്താവ് എന്നോട് പറഞ്ഞൊരു നിയോഗം, ഇതെൻ്റെ 2ാമത്തെ ബുക്കാണ്. 3ാമത്തെ ബുക്ക് ഏതാണ്ട് തീരാറായി. അപ്പോസ്തല പ്രവൃത്തികളെ കുറിച്ചുള്ള ബുക്ക് ഏകദേശം അത് 400 പേജുള്ള ബുക്കാണ്. ഇതൊരു 170 പേജ് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് ഗ്രാമങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ, ഞാൻ പോയ പാതകൾ, ദൈവം എന്നെ നടത്തിയ കുറച്ച് വഴികൾ, ഇതൊന്നും മറക്കാനൊക്കത്തില്ല. കാര്യം ഇന്ന് കർത്താവ് ഒത്തിരി ഓടിക്കുന്നുണ്ട്. പക്ഷേ എന്നെ ഇന്നല്ലേ നിങ്ങൾ കണ്ടത്. എന്നെ കാണാത്ത ഒരു ഞാൻ പണ്ടുണ്ടായിരുന്നു, ആർക്കും വേണ്ടാതെ തമ്പുരാൻ്റെ മുമ്പിൽ മാത്രം മുട്ടുമടക്കി രഹസ്യമായി വില കൊടുത്ത ഒരപ്പനും അമ്മയും പിള്ളേരും. ആ ഒരു കാലത്ത് ദൈവം മാത്രമായിരുന്നു ഇറങ്ങി വന്നത്. അതെ, വന്ന വഴി മറക്കരുത്. കമോൺ, വന്ന വഴി മറക്കരുത്. അഹങ്കാരത്തിൻ്റെ നട്ടെല്ല് ചവിട്ടി ഒടിച്ചിട്ട് പൗലൂസിനെ പോലെ വാ തുറന്ന് പറ, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. ആ അസ്ഥികൂടത്തിൻ്റെ അടുക്കലിരിക്കുന്ന ഡയറി തുറന്ന ന്യൂസ് റിപ്പോർട്ടർ നോക്കിയപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പേജിൽ എഴുതിയിട്ടുണ്ട്, ഈ ഡയറി ആരുടെ കയ്യിൽ കിട്ടുമോ ആ വ്യക്തി ആഫ്രിക്ക വിട്ടു പോകരുത്. ഞാൻ വിതച്ചതേയുള്ളൂ, ഞാൻ കൊയ്തിട്ടില്ല. ഞാൻ വിതച്ചത് കൊയ്യാൻ ആ വ്യക്തി ആഫ്രിക്കയ്ക്ക് വേണ്ടി സമർപ്പിക്കണം. ആ ന്യൂസ് റിപ്പോർട്ടർ ആ ഡയറി ഉയർത്തിപ്പിടിച്ചിട്ട് ആ സ്കെലിറ്റിൻ്റെ അടുക്കലിരുന്ന് ദൈവത്തോട് പറഞ്ഞു, ഞാൻ എൻ്റെ രാജ്യത്തേക്കില്ല. തോമസ് വേറിങ് വിതച്ചത് മുഴുവൻ കൊയ്യാൻ ഞാൻ എന്നെ ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുകയാ. ഇതൊരു കൊയ്ത്തിൻ്റെ സമയമാണ്. ഇന്ത്യയുടെ കൊയ്ത്തിൻ്റെ സമയമാണ്. കൊയ്യാനുള്ള കൊയ്ത്തുകാരിവിടെ ഇരിപ്പുണ്ട്. കൊയ്ത്തുകാരുടെ സമയമാണ്. യൗവനക്കാരെ ഞാൻ ചലഞ്ച് ചെയ്യുകയാ. പ്രായമുള്ളവർക്ക് ഒത്തിരി ഓടാൻ കഴിയത്തില്ല, പക്ഷെ യൗവനക്കാർക്ക് ഒത്തിരി ഓടാ. നിങ്ങളുടെ സമയം വൃഥാവാക്കി കളയരുത്. ദയവ് ചെയ്ത് ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. നിങ്ങളെ ദൈവം തീ പിടിപ്പിക്കാൻ പോകുകയാ. ഒരു സെഷന്റെ വിജയമല്ല നമുക്ക് വേണ്ടത്. ഒരു സെഷൻ നന്നായിരുന്നു എന്ന് പറയുന്നതല്ല നമുക്ക് വേണ്ടത്. പക്ഷെ ഒരു സെഷൻ, ഒരു റിസൾട്ട് ഉണ്ടാകണം. ആ റിസൾട്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ സുവിശേഷത്തിന് വേണ്ടി നിൽക്കണം. താങ്ക് യു ലോർഡ് ജീസസ്. മരണം ആസ്വദിക്കാത്ത ചിലർ ഇത് പറഞ്ഞിട്ട് 6 ദിവസം കഴിഞ്ഞതിന് ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഉയർന്ന ഒരു മലയിലേക്ക് പോകുകയാണ്. നമുക്ക് ആ ഭാഗം നന്നായിട്ട് അറിയാം. ഞാൻ ആ വചനം ഒന്ന് പറഞ്ഞിട്ട് അവസാനം അല്പസമയം നമുക്ക് പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കാം.
3 പേരെ ഒരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ കർത്താവ് വിളിച്ചുകൊണ്ട് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോകുകയാണ്. ഇസ്രായേലൊക്കെ വിസിറ്റ് ചെയ്തവർ ഇതിൻ്റെ അകത്തുണ്ടല്ലോ. താബോർ പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയവരും ഇതിൻ്റെ അകത്ത് കാണുമല്ലോ. ശ്രദ്ധിച്ചേ, നമ്മളാരും താബോർ പർവ്വതത്തിലേക്ക് ഇസ്രായേൽ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ നടന്നല്ല കയറിയത്. ഒരു വാഹനത്തിൻ്റെ അകത്ത് കയറി ചുറ്റി 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 കുറേ നേരം കൊണ്ടാണ് മൗണ്ട് താബോറിൻ്റെ മുകളിൽ നമ്മൾ എത്തിയത്. ഉയർന്ന ഒരു മലേന്നേ അവിടെയുള്ളൂ. താബോർ പർവ്വതമാണെന്ന് അവിടെ തെളിവില്ല. ഇസ്രായേലിൽ നിൽക്കുന്ന ഉയർന്ന പർവ്വതമെന്ന് പറയുന്നത് താബോർ പർവ്വതമല്ല, ഹെർമോൻ പർവ്വതമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് താബോർ പർവ്വതമാണെന്ന് ഉറപ്പിക്കുന്നത്? ഹെർമോൻ പർവ്വതം ജനനിബിഡമായ സ്ഥലത്തല്ല. യേശുവിൻ്റെ മിനിസ്ട്രി ജനനിബിഡമായ സ്ഥലത്തായിരുന്നു. ജനം അധികം വസിക്കുന്ന സ്ഥലത്തുള്ള ഉയർന്ന പർവ്വതം താബോർ പർവ്വതമാണ്. അതുകൊണ്ടാണ് മൗണ്ട് താബോർ തന്നെയാണ് ട്രാൻസ്ഫിഗറേഷൻ മൗണ്ടായിട്ട് വേദപണ്ഡിതാക്കൾ പറയുന്നത്. നമ്മൾ ആ പർവ്വത മുകളിലേക്ക് കയറിയത് ഇങ്ങനെ ചുറ്റി 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 അവരുടെ ഒരു വാഹനത്തിലാണ് കയറിയത്. അത്രയും ഉയരമാണ്. അപ്പോൾ ഉയർന്ന ഒരു മലയിലോട്ട് കൊണ്ടുപോയെന്നൊക്കെ പറയാൻ എളുപ്പമാണ്, വായിക്കാനും എളുപ്പമാണ്. പക്ഷേ അതിലേക്കുള്ള കയറ്റം അത്ര വായിക്കുന്നത്ര എളുപ്പമല്ല. മോശ അമ്മാവിയപ്പൻ്റെ ആട് മേയിച്ചുകൊണ്ട് പർവ്വതത്തിൻ്റെ താഴെ വന്നപ്പോൾ ഹോരേബിൻ്റെ മുകളിൽ ഒരു തീ കത്തിയെന്നും മോശ പെട്ടെന്ന് കയറി ചെന്നൊക്കെ വായിക്കാനും പ്രസംഗിക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷേ ഹോരേബ് പർവ്വത നിരകൾ കണ്ടിട്ടുള്ളവർക്കറിയാം, ഒരു മൊട്ടക്കുന്നല്ല അത്, അതൊരു പർവ്വത നിരകളാണ്. അമ്പര ചുംബിയായി ഉയർന്നു നിൽക്കുന്ന പർവ്വതത്തിൻ്റെ ശിഖരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പം കയറി എന്നൊക്കെ പറയുമ്പോൾ അത്ര ഈസി ആയിട്ട് വായിച്ചു വിടാൻ പറ്റുമെങ്കിലും കയറ്റം അത്ര എളുപ്പമല്ല. പ്രൈസ് ദ ലോർഡ്. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഒരു സന്ദേശം പ്രസംഗിച്ചു പോകുന്നത് പോലെയല്ല ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റിൽസ്. ഇത് പ്രവൃത്തിയാണ്, പറച്ചിൽ പോലെയല്ല പ്രവൃത്തി. പറഞ്ഞേ ആമേൻ. പറയുന്നത് എളുപ്പമാ, പ്രീച്ചിങ് ഗോസ്പൽ ഈസിയാ, ബട്ട് പ്രാക്ടിക്കൽ ഗോസ്പൽ അത്ര എളുപ്പമല്ല. പറഞ്ഞേ ആമേൻ. ഞാൻ പ്ലസ് ചെയ്യുകയാണ് തൻ്റെ ജനത്തെ. ആക്ട്സ് ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ പോകുകയാ. ഞാൻ ഇന്ന് രാത്രിയിൽ എൻ്റെ സന്ദേശം അതാ, പണ്ടത്തെ പോലൊരു നല്ല കാലം സഭയ്ക്കകത്ത് വെളിപ്പെടാൻ പോകുകയാ. ചിലത് ചെയ്യാൻ ദൈവം ചിലതിനെ നിയോഗിക്കുകയാ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മലയാളി പാസ്റ്ററെ വളരെ അവിചാരിതമായിട്ടൊരു കോൺഫറൻസിൽ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ഞാനൊരു മിഷനെ കുറിച്ചുള്ള ടീച്ചിങ്ങിന് എന്നെ വിളിച്ചതാണ്. ഞാനിങ്ങനെ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പാസ്റ്റർജി പൊട്ടി കരയാൻ തുടങ്ങി. പ്രായമുണ്ട്, ഒരു 10, 68, 70 വയസ്സിനടുത്ത് പ്രായമുണ്ട്. അദ്ദേഹം ഒത്തിരി ഇന്ന് കരയാൻ തുടങ്ങി. ഞാനും മിഷനെക്കുറിച്ചാണ്, ഞാനും കുറേ നേരം കരഞ്ഞുകൊണ്ടാണ് മെസ്സേജ് കൊടുത്തത്. കാര്യം ഒത്തിരി ചെറുപ്പക്കാർ അവിടെയുണ്ട്. ഇപ്പോൾ ഈ പാസ്റ്റർജിയുടെ ചർച്ചിലെ കുറേ യങ്സ്റ്റേഴ്സ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, പാസ്റ്റർജി എന്തായിരുന്നു എക്സ്പീരിയൻസ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഞാനൊരു കാടിൻ്റെ അകത്താണ് വർഷങ്ങളായി വേല ചെയ്യുന്നത്. ഒരു ദിവസം രാത്രി വേല കഴിഞ്ഞ് വരുമ്പോൾ ഇവന്മാരെല്ലാം കൂടി എന്നെ തടഞ്ഞു നിർത്തി. പാസ്റ്ററെ, എന്നെ അടിക്കാൻ തുടങ്ങി. ഞാൻ താഴെ വീണു. അവസാനം ആ കാട്ടിൽ നിന്ന് തന്നെ അവർ ബലവത്തായ കൊമ്പ് ഒടിച്ചെടുത്തിട്ട് എൻ്റെ അസ്ഥി ഒടിയുന്നത് വരെ അവർ തല്ലുകാരുന്നു. ഇത്രയും കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി, എൻ്റെ ദൈവമേ, ഞാനല്ലായിരുന്നു പ്രീച്ച് ചെയ്യണ്ടേ, ആ അപ്പച്ചനായിരുന്നു പ്രീച്ച് ചെയ്യണ്ടേ. അസ്ഥി ഒടിയുന്നത് വരെ, ഒടിഞ്ഞെന്ന് കണ്ടിട്ട് അവർ തല്ലു നിർത്തിയേ. ഇത് പറഞ്ഞ് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എന്നോട് അദ്ദേഹം പറയുക, പാസ്റ്റർ വിഷമിക്കാതെ, ഇപ്പോഴത്തെ ഒരു അപ്പച്ചൻ ഇരിക്കുന്നുണ്ട്, ഒരു പാസ്റ്റർ, ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ പറഞ്ഞു ഓക്കെ. എന്നിട്ട് പറഞ്ഞു, ഇപ്പം ഈ വെച്ചേക്കുന്ന കാല് ഡ്യൂപ്ലിക്കേറ്റാ പാസ്റ്ററെ. ഞാൻ ചോദിച്ചു എന്തിയേ? എന്നെ അവർ അടിച്ചൊടിച്ചിട്ട് പിറ്റേ ആഴ്ച ഇദ്ദേഹം വരുന്ന വഴിക്ക് വെട്ടിക്കളയുകയായിരുന്നു കാല്. നമുക്ക് സ്റ്റേജ് പെർഫോമൻസ് ഈസിയാണ് സാറേ. സ്റ്റേജിലെ പെർഫോമൻസ് കണ്ട ആരുടെയും പുറകെ ഓടരുത്, ചതിക്കപ്പെടും. ഒന്നുകൂടെ പറയുന്നു, വിശുദ്ധ തിരുവെടുത്ത് കയ്യിലെടുത്ത് ഉയർത്തി പറയാം, സ്റ്റേജ് പെർഫോമൻസ് കണ്ട് നീ പുറകെ ഓടിയാൽ നീ തകർന്നു പോകും, എങ്ങും എത്തത്തില്ല. പക്ഷേ ചില പ്രവൃത്തികളുണ്ട്, അപ്പോസ്തല പ്രവൃത്തി ചെയ്യാനുള്ളത്, അത് ചെയ്തവരെ നീ കണ്ടുമുട്ടണം. അവർക്കൊത്തിരി പറയാൻ കാണത്തില്ല, പക്ഷെ അവരുടെ മണ്ണിൽ അവർ ചെയ്തത് ചെറുതല്ല. ശതമനഘടക സദ്ധര പ്രധാമനക ബൗഷ് ധാനഗരഹത്തനിക ബൗഷ് ധമനഘടക ബൗഷബലകശ്
ആ കയറ്റം ചെറുതല്ല. ആ ഉയർന്ന മലയിലേക്കുള്ള കയറ്റം ചെറുതല്ല. അള്ളിപ്പിടിച്ചുള്ള കയറ്റം ചെറുതല്ല. ഇന്ന് പകൽ ഇവിടെ ഇരുന്നു കൊണ്ട് പറ്റുമെങ്കിൽ ഇന്ത്യയിലെ മിഷണറിമാർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സുള്ള ദൈവമക്കൾ ഒരു മിനിറ്റെങ്കിലും മാറ്റിവെച്ച് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഒപ്പം ഒരു കാര്യം അറിഞ്ഞോണം, കേരളത്തിലെ ക്രൈസ്തവർ ഇന്ത്യയിൽ ജയിലുകളിൽ കിടക്കുന്ന എത്ര മലയാളി പാസ്റ്റേഴ്സ് ഉണ്ടെന്നറിയാമോ? എത്ര ഹിന്ദി ദൈവദാസന്മാരുണ്ടെന്നറിയാമോ? ADFന്റെ കണക്ക് പ്രകാരം 1000-ലധികം ദൈവദാസന്മാർ ഇന്നും ജയിലിൽ കിടക്കുകയാണ്. ഞാനും നിങ്ങളും ഈ മനോഹരമായ ആലയത്തിന്റെ അകത്തിരുന്ന് ഏറ്റവും നല്ല നിലയിൽ സ്തോത്രം ചെയ്യുമ്പോൾ കിടന്നുറങ്ങാൻ ഒരു മാറ്റു പോലും കൊടുക്കാതെ വെറും പരുക്കൻ തറയിൽ കിടന്ന് തല്ലുകൊള്ളുന്ന മിഷണറിമാർക്ക് വേണ്ടി അല്ല, അവർക്ക് ഈ മാസം ജാമ്യം കിട്ടേണ്ടതിനായി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ തന്റെ ഇടമുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ കമാ. അസംബ്ലീസ് ഓഫ് ഗോഡിൽ 38 വർഷം കർത്തൃവേല ചെയ്ത അലഹബാദിലെ കർത്തൃദാസൻ പാസ്റ്റർ രാജു അവറുകൾ 38 വർഷത്തെ വേല കഴിഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയം ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ ജയിൽവാസിയായി പോകാൻ പോവുക. ശരീരത്തിൽ ഒത്തിരി രോഗങ്ങൾ, താഴെ ഉറങ്ങാൻ ഒക്കത്തില്ല. പക്ഷെ അദ്ദേഹം എൻ്റെ ചർച്ചിൽ കഴിഞ്ഞ മാസം വന്ന് ടെസ്റ്റ് മണി പറഞ്ഞപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു ടെസ്റ്റ് മണിയുണ്ട്. എന്നെ സ്വീകരിക്കാൻ ജയിലിൻ്റെ അകത്തേക്ക് ഞാൻ പോയപ്പോൾ എന്നെ സ്വീകരിക്കാൻ വന്നത് 12 പാസ്റ്റർമാരായിരുന്നു. 12 ദൈവദാസന്മാർ എന്നെ സ്വീകരിക്കാൻ വരുമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ അകത്തോട്ട് ആദ്യമായി ചെല്ലുമ്പോൾ എൻ്റെ കൂടെയുള്ള 12 എണ്ണം 2 മാസമായി ജയിലിൽ കിടക്കുക. ലീഡർ വരുന്നെന്നറിഞ്ഞപ്പോൾ ആനയിക്കാൻ വേണ്ടി അവർ പോയതാ. തിരിച്ചറിയുക, അപ്പോസ്തല പ്രവൃത്തിയിലെ ലീഡേഴ്സ് ആയിരുന്നു ജയിലിൽ കിടന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എനിക്കവർ കിടക്കാനുള്ള പായ മാറ്റി നിഷേധിച്ചു. തറ കിടന്നോളാൻ പറഞ്ഞു. തറ കിടക്കാൻ ശരീരം അനുവദിക്കില്ല. പക്ഷേ പ്രാർത്ഥിച്ച് തറ കിടന്നതാ, ശരീരം സൗഖ്യമായി. 15 ദിവസം താൻ ജയിലിൽ കിടന്നിറങ്ങുമ്പോൾ പോയപ്പോൾ ശരീരത്തിൽ രോഗം ഉണ്ടായിരുന്നു, ഇറങ്ങിയപ്പോൾ ശരീരം സൗഖ്യമായി. പിശാചേ, നീ എത്ര പിടിച്ചാലും സുവിശേഷത്തെ മുടിക്കാൻ നിനക്ക് കഴിയത്തില്ല. അത് ഏത് റൂട്ടിൽ നീ നോക്കിയാലും. പിശാചേ, നീറോ നോക്കിയിട്ട് നടന്നില്ല, പിന്നെയാണോ അന്ധകാര ശക്തി എങ്ങനെ കൈ കൊടുത്താലും സുവിശേഷത്തെ തൊടാൻ ഒക്കത്തില്ല. ഒരഭിഷിക്തനെ ജയിലിലിട്ടാൽ 10,000 ഇപ്പുറത്ത് സ്നാനമേക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ റിവൈവൽ, അസാധാരണമായ ഉണർവ് ഇന്ത്യയിൽ വീഴ്ചയടിക്കുകയാ. ശതരഗ മനഗടക ശബ്ദരാധന പ്രമനഗടക ശബ്ദരാധന. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അവൻ്റെ കൂടെ ആ ഉയർന്ന മലയിലെത്തി. ഇതിൻ്റെ അകത്ത് അങ്ങനെയുള്ള ചില 3 പേർ ത്യാഗം സഹിക്കാൻ, സുവിശേഷം നിമിത്തം കഷ്ടം സഹിക്കാൻ, പത്രോസിൻ്റെ ഭാഷ പറഞ്ഞ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കാൻ സെലക്ട് ചെയ്യപ്പെടുന്ന ചിലർ. എല്ലാവരും ചേർന്ന് പറ ചിലർ. പോരാ, കര ഉയർത്തി പറ ചിലർ. അങ്ങനെയുള്ള ചിലർ ഇതിൻ്റെ
അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, അവൻ ചിലരെ പ്രവാചകന്മാരായി, അവൻ ചിലരെ സുവിശേഷകന്മാരായി, അവൻ ചിലരെ ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. 12:1 അപ്പോസ്തല പ്രവൃത്തി. ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിനായി, എല്ലാവരെയുമല്ല, ചിലരെ പീഡിപ്പിക്കേണ്ടതിനായി. എല്ലാവരും കരമുയർത്തി പറ, ചിലർ. ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുകയാണ്. ആർക്കുമില്ലാത്തൊരു യുദ്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കില്ലാത്തൊരു വിളി നിങ്ങൾക്കുണ്ട്. ആർക്കുമില്ലാത്തൊരു പോരാട്ടം നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കില്ലാത്തൊരു വിളി നിങ്ങൾക്കുണ്ട്. ആർക്കുമില്ലാത്ത ഒരു കാറ്റ് നിങ്ങളുടെ പടകിനെതിരെ അടിക്കുന്നെങ്കിൽ അവർക്കില്ലാത്തൊരു അമരക്കാരൻ നിങ്ങളുടെ അമരത്തിൽ കിടപ്പുണ്ട്. അവന്റെ വിളി ചെറുതല്ല, അവന്റെ വിളി 6000 ഭൂതത്തെ പുറത്താക്കുന്ന വിളിയാകയാ. ഇന്നത്തെ രാവിലെ ഈ പോരാട്ടം കണ്ടുകൊണ്ട് തലകുനിക്കാതെ ക്രോസ് ഓവർ ആൻഡ് ടു ദ അതർ സൈഡ്. അപ്പുറത്തെ സൈഡിൽ നിനക്കൊരു വേലയുണ്ട്. ഞാൻ നെടുമങ്ങാടിനടുത്ത് ചാരുമൂടെന്ന് പറയുന്ന സ്ഥലത്ത് ഷാരോന്റെ ഒരു കൺവെൻഷന് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മിഷനെ കുറിച്ചൊരു സന്ദേശം ഇടയ്ക്ക് വന്നതാ. പെട്ടെന്നൊരു ഓട്ടർ കോൾ ചെയ്തു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടാൻ പോകാൻ യൗവനക്കാർക്ക് വേണ്ടിയാ. യൗവനക്കാരുണ്ടെങ്കിൽ കൈ ഉയർത്തി മുമ്പോട്ട് വരാൻ പറഞ്ഞു. എൻ്റെ സന്ദേശമൊന്നും തീർന്നില്ല. ഞാൻ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി 13 വയസ്സേ ഉള്ളൂ. അവൾ ഓടി ഫ്രണ്ടിലോട്ട് വന്ന് നിൽക്കുകയല്ല, അവൾ നേരെ സ്റ്റേജിലേക്ക് ചാടിക്കയറി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അങ്കിളെ എനിക്ക് ആഫ്രിക്കയിൽ പോകണം കർത്താവിൻ്റെ വേല ചെയ്യാൻ. എനിക്ക് അവളോട് എന്നാ പറയണ്ടേന്ന് അറിയത്തില്ല. ഇതെല്ലാവരും കേൾക്കുന്നുണ്ട്. ഞാൻ കൈവച്ച് ബ്ലസ് ചെയ്ത്, കർത്താവേ ഈ കൊച്ചിനെ അയക്കണേ. കറക്റ്റ് 18 വയസ്സായപ്പോൾ അവൾ വൈവാമിൽ പഠിക്കാൻ പോയിട്ട് നേരെ പോയത് ഉഗാണ്ടയിലേക്കാണ്. 13ാമത്തെ വയസ്സിൽ സമർപ്പിച്ചു. 18 ആൾ ഉഗാണ്ടയിൽ ചെന്നു. ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഇത് പറയുമ്പോൾ ഇന്ന് അവൾക്ക് 24-25 വയസ്സ് പ്രായം. നൈൽ നദിയുടെ തീരത്ത് ജിഞ്ചയിൽ താമസിച്ചുകൊണ്ട് കൊതുമ്പ് വള്ളത്തിൽ കയറി നൈലിൽ കൂടി യാത്ര ചെയ്ത് ചെറിയ ചെറിയ ഐലൻഡുകളിൽ ചെന്ന പെൺകുട്ടി സുവിശേഷം പറയുക. ഇത്രക്കിത്ര പ്രായമേ ഉള്ളൂ. സമയം കളയരുത്. ചെയ്തത് മാത്രം ചെയ്ത് തീർത്തോണ്ട് പോകരുത്. ചെയ്തത് മാത്രം ചെയ്തിട്ട് അതേ ഉള്ളൂ ദൈവരാജ്യം എന്ന് പറഞ്ഞ് ചുരുങ്ങിപ്പോകരുത്. ചെയ്തത് നല്ലത്. പീജിയങ്ങൾ പറയുന്ന പോലെ സബാഷ്. പക്ഷെ ചെയ്യാൻ പോകുന്നത് അതിനേക്കാൾ നല്ലത്. ഇതുവരെ നീ ചെയ്യാത്തത് ദൈവം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുകയാ. എൻ്റെ ചർച്ചിൽ 70 വയസ്സിന് മീതെ പ്രായമുള്ള ചിലരെ കൊണ്ട് ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോകാറുണ്ട്, ഒറീസയുടെ ഗ്രാമങ്ങളിൽ പോകാറുണ്ട്. എൻ്റെ ചർച്ചിലെ ചെറുപ്പക്കാരാണ് അവരെല്ലാം ടേക്ക് കെയർ ചെയ്യുന്നത്. ട്രെയിനിൽ ഇവിടെ നിന്ന് ധൻബാദ് എക്സ്പ്രസ്സിൽ പോയി അവരവിടെ ചെന്ന് ആ പ്രായം. എൻ്റെ പിതാവിന് 80 വയസ്സ്. എൻ്റെ പിതാവ് എൻ്റെ കൂടെ ഒറീസയിൽ വരാറുണ്ട്. കാര്യം എന്നാണെന്നറിയാമോ? ഒരു പക്ഷേ കർത്താവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അധികമൊന്നും ചെയ്യാൻ പറ്റി കാണുകയില്ല. ഇപ്പോൾ ഇത്രയും പ്രായമായി, 70 75 ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്തയുള്ള പിതാക്കന്മാരുണ്ട്. എൻ്റെ ആഗ്രഹമാ അവരുടെ കണ്ണടയുമ്പോൾ അവർ വേദനയോടെ ഇവിടുന്ന് പോകരുത്. ഒരു സ്റ്റേറ്റിലെങ്കിലും പോയി 10 ഗ്രാമത്തിലെങ്കിലും ചെന്ന് അവരെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിച്ച് അവിടെയുള്ള ആൾക്കാരുടെ തലയിൽ അവരെ കൊണ്ടൊന്ന് കൈവപ്പിച്ച് അവരെ കൊണ്ടൊന്ന് സുവിശേഷം പറഞ്ഞ് അവർക്കും കൂടി മനസ്സ് വേദന മാറുന്നൊരു തലത്തിലേക്ക് എത്തിക്കാനുള്ളൊരു നിയോഗം ദൈവം എനിക്ക് തന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ കൈമാറുകയാ. യങ്സ്റ്റേഴ്സിന് മാത്രമല്ല, നടക്കാൻ ത്രാണിയുള്ള ആരെല്ലാം ഇവിടെയുണ്ടോ അവർക്കെല്ലാം ഒരു ചലഞ്ച് ഇന്ന് രാവിലെ ദൈവം തരിക. ഇങ്ങനെ നിന്റെ ലൈഫ് തീരുകയില്ല. ഇതിന്റെ ഇടയിൽ ഒരു ബുക്ക് ഓഫ് എക്സോഡസ്, ഒരു പുറപ്പാട് ദൈവം നിനക്ക് തുറക്കുകയാ. ഇനി വായിച്ചു വാക്യം. അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അവിടെ വായിക്കുന്ന അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. ലൂക്കോസ് പറയുന്നു, യേശു പ്രാർത്ഥിക്കുമ്പോൾ, നമുക്ക് ഭാഗം അറിയാം, യേശു പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ രൂപം മാറി. വസ്ത്രം ഒരലക്കുകാരനും അലക്കി വെളുപ്പിക്കുന്നതിനേക്കാൾ മീതെ വെണ്മയായി തീർന്നു. ഒരു വചനത്തിൽ എഴുതിയിരിക്കുന്നേ, പത്രോസും കൂട്ടരും ഉറക്കത്താൽ ഭാരപ്പെട്ടെന്ന. ആ തേജസിന്റെ പ്രഭയ്ക്കകത്ത് മോശയും വന്നു, ഏലിയാവും വന്നു. നമുക്കൊരല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവമാണ് ഇപ്പോൾ ഈ ട്രാൻസ്ഫിഗറേഷൻ മൗണ്ടിൽ നടക്കണേ. എന്താണെന്നറിയാമോ?
ഏലിയാവ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സന്തോഷം. ആള് ജീവനോടിരിക്കുന്ന ആളാണ്, ആൾ മരിച്ചിട്ടില്ല. പക്ഷെ മരിച്ച ഒരാളൊക്കെ വരിക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ശാസിച്ചെന്ന് ചോദിച്ചാൽ മതി. പിന്നെ നമ്മളവിടെ ശാസനയുടെയും ബത്സനയുടെയും സമയമാണ് അവിടെ. കാര്യം മരിച്ച ആളൊക്കെ വന്നാൽ എന്ത് ചെയ്യണം എന്നൊക്കെ നമുക്കറിയാം. എന്തേ മിണ്ടാണ്ടിരിക്കണേ? ഫ്രൈസ് ഗോഡ്. ഇത് വേറെയാണ് സാറേ, ഇത് സംഭവം വേറെയാ. ഇത് പുതിയ നിയമമാണ്, പഠിച്ച് തല കയറ്റി വെച്ച സാധനമല്ല അത്. ഇത് മറുരൂപമലയാ. രൂപാന്തര അനുഭവമുള്ളവർക്ക് മാത്രമേ ഈ വെളിപ്പാടിൻ്റെ ആഴം എന്തെന്നറിഞ്ഞ് ആമേൻ പറയാൻ പറ്റുള്ളൂ. 21 ദിവസത്തെ പ്രെയർ സെൻറ്ററിലെ ഈ ഉപവാസ പ്രാർത്ഥന ഒരു ട്രാൻസ്ഫിഗറേഷൻ മൗണ്ട് ആകട്ടെ എന്ന് ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ കൈ ഉയർത്തി അങ്ങ് ബ്ലെസ് ചെയ്യുകയാണ്. ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരം. ഒരു നല്ല മിഷണറിയായി മൂവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ചാൻസ് ഉണ്ട്. രൂപാന്തരം വന്നാൽ മതി. രൂപാന്തരം വന്നാൽ കാഴ്ചപ്പാട് മാറും. രൂപാന്തരം വന്നാൽ നമ്മുടെ തലയ്ക്കകത്ത് കയറ്റി വെച്ച് ആ ബൗണ്ടറി ഉണ്ടല്ലോ, എല്ലാം പൊട്ടും. ഇതിനേക്കാൾ അപ്പുറത്ത് ചിലതുണ്ടെന്നുള്ള മനസ്സ് വരും. ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്യുക. ഈ ഒരു ഫാസ്റ്റിംഗ് പ്രയർ ഇതുപോലെ നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ അകത്ത് ചില ഇൻവിറ്റേഷൻ, ഒരു വിസിറ്റേഷൻ നടക്കാൻ പോവാണ്. കർത്താവ് അങ്ങനെ ചെയ്യാൻ പോവാ. പത്രോസ് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ലോർഡ് ഞങ്ങൾ 3 കുടിലുണ്ടാക്കുക, ഒന്ന് നിനക്ക്. ഓക്കെ, യേശു കർത്താവിനെ അറിയ, യേശുവിൻ്റെ കൂടെ വന്നേ. പക്ഷെ മോശയെ കാണാത്ത പത്രോസ് പറയുക ഇത് മോശയാ, ഏലിയാവിനെ കാണാത്ത പത്രോസ് പറയുക ഇത് ഏലിയാവാ. കണ്ടിട്ടില്ല. ഇത് രണ്ട് കാലഘട്ടങ്ങളാണ്. ഒന്ന് പഴയ നിയമം, പഴയ നിയമത്തിലെ മീഡിയേറ്റർ മോസസ്, ഒന്ന് പഴയ നിയമത്തിലെ പ്രോഫറ്റ് എലിയ. ഇത് ന്യൂ ടെസ്റ്റമെന്റ് ആണ്. പത്രോസ് പറയുക മോശയ്ക്കും ഏലിയാവിനും നിനക്കും ഞാൻ 3 കുടിലുണ്ടാക്കാം. അപ്പോൾ ഇവരുടെ ഉറക്കം ജഡത്തിൻ്റെ ഉറക്കമല്ലായിരുന്നു. ജഡത്തിൻ്റെ ഉറക്കമായിരുന്നെങ്കിൽ ഒരിക്കലും തേജസ്സിൻ്റെ അകത്ത് നിൽക്കുന്നവരെ കാണാൻ കഴിയത്തില്ല. പറഞ്ഞേ ആമേ. എങ്കിൽ ആ ഉറക്കം പണ്ട് ആദാമിന് വന്നതുപോലെ ഒരു ഡീപ്പ് സ്ലീപ്പായിരിക്കാം. കാര്യം ഈ പർവ്വതം ട്രാൻസ്ഫിഗറേഷൻ മൗണ്ടാണ്. ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ഞാൻ നിങ്ങളെ എൻ്റെ കൈ ഉയർത്തി അനുഗ്രഹിക്കുകയാ. ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ 42 മെസ്സേജ് കേട്ട് പോകാനല്ല ദൈവം നമ്മെ വിളിച്ചു കൂട്ടിയത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു രൂപാന്തര അനുഭവം പരിശുദ്ധാത്മാവ് നമുക്ക് തരാൻ പോകയാ. കമാൺ, അങ്ങനെ ഒന്ന് ആഗ്രഹിക്കാൻ കഴിയുന്ന ദൈവമക്കൾ ഒന്ന് കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? നിങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലൊക്കെ പലപ്പോഴും ഇതുപോലെയുള്ള ചില വിസിറ്റേഷൻസ് സംഭവിച്ചു കാണാം. ചില ഏഞ്ചലിക് വിസിറ്റേഷൻ. ദൂതനാണോ അല്ലയോ എന്ന് പോലും അറിയാൻ വയ്യാത്ത രീതിയിൽ ദൈവം നടത്തിയ ചില സംഭവങ്ങൾ. പറഞ്ഞേ ആമേ. എന്നെ ഒരു കോൺഫറൻസിന് ലണ്ടനിൽ ക്രോയിഡനിൽ ഒരു 3 ദിവസത്തെ കോൺഫറൻസിന് ഒരു സഹോദരി വിസ ക്രമീകരിച്ചു, ടിക്കറ്റുമൊക്കെ തന്ന് കൊണ്ടുപോയി. എന്നെ കണ്ടിട്ടില്ല. പുള്ളിക്കാരി ഭയങ്കര വിഷൻസ്, ദർശനങ്ങളൊക്കെ ആത്മാവിൽ കാണുന്ന ഒരു കർത്തൃദാസിയാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലാണ് കർത്തൃദാസി, അവരുടെ ചർച്ച്. ഒരിക്കൽ ഒരു വിഷൻ കർത്താവ് കൊടുത്തു, സാം ജോസഫ്, ഡേറ്റ്, പിന്നെ കോൺഫറൻസിൻ്റെ പേര്. കർത്താവ് കൊടുത്ത ദർശനമാണ്. പുള്ളിയുടെ ബ്രദറിനോട് ചോദിച്ചടേ ഇങ്ങനത്തെ ഒരു പുള്ളിയുണ്ട്, ആരാന്ന് ചോദിച്ചു. ഞങ്ങൾക്കറിയാം ഇങ്ങനത്തെ ആളാന്ന് പറഞ്ഞു. ഒരു ദർശനത്തിൻ്റെ പുറത്താണ് ഞാൻ അവിടെ പോയത്. അപ്പം ഞാൻ ഛത്തീസ്ഗഡിൽ ഒരു ശശി എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ താമസിക്കാൻ നേരം. ആ വീടെന്ന് പറഞ്ഞാൽ ബിലായിലെ ഏറ്റവും കൊച്ചു വീടാണ്, ചെറിയൊരു വീട്. ഒരു ഫാൻ കറങ്ങുന്നുണ്ട്, 100 മീറ്റർ അപ്പുറത്ത് അതിൻ്റെ വോയിസ് കേൾക്കാം. അങ്ങനത്തെ ഒരു വീട്ടിൽ ഞാൻ താമസിക്കുമ്പോഴാണ് ദർശനം ലണ്ടനിൽ കൊടുക്കണേ. ഇത്രയും നേരം ആമേൻ പറഞ്ഞു, ഒരെണ്ണം പോലും ഇല്ലല്ലോ ആമേൻ പറയാം. അസൂയില്ലാത്തവരാണെന്ന് എനിക്കറിയാം. ആമേൻ, സ്തോത്രം. നീ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മതി. നിനക്ക് വേണ്ടി ചെയ്യാനുള്ളത് ദൈവം ചെയ്തോളും. ഞാൻ ആ കോൺഫറൻസിൽ പോയി മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി അവിടെ എത്തിയപ്പോൾ ആ വീട്ടിൽ ചെന്ന് കയറി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ വീടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ അറിയാതെ പ്രാർത്ഥിച്ചു പോകുന്ന ഒരു വീട്. അങ്ങനെ കുറേ വീടുണ്ട്. എന്നാ കാര്യം, പ്രാർത്ഥിക്കുന്നവരുടെ വീട്ടിൽ ചെന്ന് കയറിയാൽ തന്നെ പ്രാർത്ഥന വരും. പറഞ്ഞേ ആമേ. വ്യക്തിപരമായ പ്രാർത്ഥനയും ദൈവസാന്നിധ്യമുള്ള വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ അറിയാം അവിടെ ഒരു ദൈവദൂത സ്പർശനമുണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്ന് പറയാൻ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ കർത്തൃദാസിയായിട്ട് കുറേ നേരം സംസാരിച്ചപ്പോൾ ആ കർത്തൃദാസി പറഞ്ഞ ഒരു ഡിവൈൻ വിസിറ്റേഷൻ്റെ കാര്യം എന്നെ ഒത്തിരി ചലിപ്പിച്ച് കളഞ്ഞു. ആ കർത്തൃദാസിക്ക് എക്സ്ട്രാ ഒരു വീടുണ്ടായിരുന്നു. അവരുടെ ഹസ്ബൻഡ് വിശ്വാസത്തിൽ വന്നിട്ടില്ലായിരുന്നു, മരണം വരെ വന്നിട്ടില്ല ഹസ്ബൻഡ്. ഇപ്പോൾ ആ സഹോദരി വിഡോയാണ്, വിധവയാണ്. ആ സഹോദരിയുടെ ആ വീട് വാടകയ്ക്ക് കൊടുത്ത് ആ വീട്ടുകാർ യൂറോപ്യൻസ് അവർ ആ വീട്ടിൽ നിന്ന് മാറാത്ത രീതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. അത് അവരുടെ വീടാക്കി മാറ്റിക്കൊണ്ട് വ്യാജരേഖ ചമച്ച് അവരത് ക്രമീകരിച്ചു. ഇവർക്ക്
നിനക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഹസ്ബൻഡ് പറഞ്ഞു, നീ പെന്തക്കോസിൽ പോയതല്ലേ, എന്താന്ന് വെച്ചാൽ നീ ചെയ്തോ, എനിക്ക് ഇതിൻ്റെ അകത്ത് പങ്കില്ല എന്ന് പറഞ്ഞു. ആ സിസ്റ്റർ ഒറ്റയ്ക്കായിപ്പോയി. ഒരു അഡ്വക്കറ്റ് ഇല്ലാതെ അകത്തോട്ട് കയറി കാര്യങ്ങൾ ചെയ്യാൻ ഒക്കത്തില്ല. മറ്റ് എതിർകക്ഷി കുറെ പിടിപാടുള്ളത് കൊണ്ട് ഇവർക്ക് വേണ്ടി അനുകൂലമായി നിൽക്കാൻ ആരുമില്ലാതെ വന്നു. വേദനിച്ചു. കോർട്ട് വിളിച്ചു. ഈ സഹോദരി ഒറ്റയ്ക്കാണ് പോകുന്നത്, കയറണം, എങ്ങോട്ട് കയറണം, എന്തു പറയണം ഒന്നും അറിയത്തില്ല. അവിടെ ചെന്നിങ്ങനെ നിൽക്കുമ്പോൾ, വേദനിച്ച് നിൽക്കുമ്പോൾ ഒരു 6 അടി ഹൈറ്റുള്ളൊരു മനുഷ്യൻ ഇങ്ങ് വന്നിട്ട് ചോദിച്ച് ആദ്യത്തെ ചോദ്യം, നീ ഇന്ത്യക്കാരിയാണോ? ആണോ, അതെ ഞാൻ ഇന്ത്യക്കാരിയാണ്. നിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഇനി തരാൻ പറഞ്ഞു. അമ്മ വാങ്ങി എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. ജഡ്ജി ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ആൻസർ എഴുതി തരും, നീ അത് വായിച്ചങ്ങോട്ട് ആൻസർ ചെയ്താൽ മതി. ഈ സഹോദരി ഈ വ്യക്തിയുടെ കൂടെ നേരെ കോർട്ടിൻ്റെ അകത്തോട്ട് കയറുന്നു, പേര് വിളിക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആൻസർ ഇദ്ദേഹം ഇരുന്നു കൊണ്ട് എഴുതുന്നു, പേപ്പർ ഹാൻഡ് ഓവർ ചെയ്യുന്നു, എന്നിട്ടത് നോക്കി വായിക്കുന്നു. അടുത്ത ചോദ്യം ഈ പേപ്പറിൽ അദ്ദേഹം എഴുതുന്നു, ആ ചോദ്യം ആൻസർ എഴുതിയത് വായിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം ആൻസർ ഇദ്ദേഹം ഇരുന്നു കൊണ്ട് എഴുതുന്നു, നേരെ കൊടുക്കുന്നു, ഇദ്ദേഹം വായിക്കുന്നു. ഫൈനലി 4ാമത്തെ ചോദ്യം എഴുതുന്നു, ആൻസർ നോക്കുന്നു, വായിക്കുന്നു. കോർട്ട് വിധി പ്രസ്താവിക്കുന്നു, ആ വീട് അവളുടെ തന്നെയാണ്, ആ വീട് ഇപ്പോൾ തന്നെ നിങ്ങൾ തിരിച്ചു കൊടുക്കുക. വിധി വന്നു. ഈ സഹോദരി ഈ പേപ്പർ ഇങ്ങനെ പിടിച്ച് ഇദ്ദേഹത്തിന് താങ്ക്സ് പറയാൻ നോക്കിയപ്പോൾ ആളെ കാണുന്നില്ല. പെട്ടെന്ന് ആ കോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോയോന്നറിയാൻ എങ്ങും കാണുന്നില്ല. അങ്ങനത്തെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ട് അവിടെയുള്ളവർക്കും അറിയില്ല, ഇങ്ങനെ ഒരാളില്ല. അടുത്തത് ഈ പേപ്പർ നോക്കിയപ്പോൾ വായിക്കാനും പറ്റുന്നില്ല. ഈ പേപ്പർ എടുത്ത് എൻ്റെ കൈ തന്നിട്ട് പറഞ്ഞു, സാം പാസ്റ്ററെ ഒന്ന് വായിക്കാമോ? ഞാൻ പറഞ്ഞു വായിക്കാൻ ഒക്കത്തില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഈ 4 ആൻസറും ഞാൻ വായിച്ചതാണ്, പക്ഷേ വായിച്ചപ്പോൾ എൻ്റെ അടുത്തൊരാളുണ്ടായിരുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രസംഗം കേട്ട് വീട്ടിൽ പോകാനല്ല ദൈവം നമ്മെ വിളിച്ചത്. അതിനേക്കാൾ അപ്പുറമായി അടുത്ത് ഇടപഴകുന്ന ഒരാളെ പരിചയപ്പെട്ട ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ സ്തുതിച്ചോ ദൈവത്തിന്. ഒരു വിസിറ്റേഷന് സമയമായി ട്രാൻസ്ഫിഗറേഷൻ മൗണ്ടിലേക്ക് കർത്താവ് ചിലതിനെ കൊണ്ടുപോകാൻ പോകുകയാ. Rahabada jasata kata jasata amda labra baka shata kata rabakana amda labra baka shata labra bakana astalaya makata labakana. അല്പസമയം ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിന്റെ മിനിസ്ട്രി വ്യത്യസ്തമാണ്, നിന്റെ കോളിംഗ് വ്യത്യസ്തമാണ്. എല്ലാവരെയും പോലെയല്ല നിങ്ങൾ, എല്ലാവരുടെയും നിയോഗം പോലെയല്ല നിങ്ങൾ. വ്യത്യസ്തമായ ചില എക്സ്പീരിയൻസ്. അങ്ങനെയല്ല എന്ന് ആര് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങളെ വിസിറ്റ് ചെയ്യാൻ വരുന്നൊരു ദൈവത്തിന്റെ ദൂത്, അതെ നീ ആള് വേറെയാണ്. യു ആർ എ ഡിഫറന്റ് പേഴ്സൺ. നീ വ്യത്യസ്തനാകയാ. ദൈവത്തിന്റെ ഇടപെടൽ വ്യത്യസ്തമാണ്. Garabagana garagada janagadaga shamdaradana astamanagada vaishamdaradana hatagamanagada vaushamdaradana astaniya bahabdalaya makana artharaya mana hataragamanaga vausasiyara. അല്പസമയം ദൈവത്തെ സ്തുതിച്ചാരാധിക്കുക.